Thank God for His grace and mercy with which He has led us all together. Hallelujah. നമ്മൾ watchful ആയിരിക്കണമെന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. We have been listening to how to be watchful. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ watchful ആയിരിക്കുമ്പോൾ when we are watchful in the presence of God, എങ്ങനെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും? How we have to live. Hallelujah. കർത്താവിന്റെ കൃപയെ പറ്റി നാം ആദ്യമായിട്ട് സംസാരിച്ചു. We studied about the grace of God. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സത്യത്തെ പറ്റി നാം വീണ്ടും സംസാരിച്ചു. We studied about the truth of Christ. അതിനുശേഷം നമ്മൾ മൂന്നാമതായി ഈ പ്രത്യേകമായ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം, and this is the third portion which I want to study. Hallelujah. Beware of counterfeits. കള്ള നാണയങ്ങളെ സൂക്ഷിക്കുക എന്നുള്ള വിഷയമാണ്. The subject is beware of counterfeits. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. And dear children of God, be in very attitude of prayer. വളരെ ഒരു പ്രയാസമുള്ളതായ ഒരു ടോപ്പിക്കാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുശ്രൂഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. What I want to share is a very grieving topic. കള്ള നാണയങ്ങളെ സൂക്ഷിക്കുക. Beware of false prophets. Hallelujah. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരിക്കുവാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. I pray that may God help us all to sit in the attitude of prayer. ഈ ലോകത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ കള്ള കച്ചവടങ്ങളിൽ ഒന്ന് ചിത്രങ്ങളുടെ കള്ള കച്ചവടമാണ്. The biggest counterfeit happening right now is the fake painting racket. ഒത്തിരി കള്ള കച്ചവടങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. There are many fake rackets happening around the എന്നാൽ world. ഏറ്റവും വലിയ കള്ള കച്ചവടം ചിത്രങ്ങളുടെ കള്ള കച്ചവടമാണ്. But the biggest counterfeit is the fake paintings. അനേക പ്രശസ്തരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ആ ചിത്രമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചതിനു ശേഷം കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. In many times places in the world people paint a counterfeit picture and they proclaim, they say it is of a famous painter. അപ്പോൾ കള്ള നാണയങ്ങൾ അല്ലെങ്കിൽ കള്ള കച്ചവടങ്ങൾ ലോകമാകമാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Around the world we see the fake art, fake painting been happening. ദൈവത്തിന്റെ സഭയും അതിൽ നിന്ന് വിഭിന്നമല്ല. And the house of God is not different than that. Hallelujah. ദൈവത്തിന്റെ വചനം പൗലോസിലൂടെ ഗലാത്യ ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ക്രിസ്തുയേശു നിങ്ങളുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ. When Paul is writing to the church in Galatia in chapter 3 he writes, we have painted Christ in front of you. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? Oh foolish Galatians, who bewitched you? ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വാക്യം ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയുകയാണ്, ക്രിസ്തുയേശു നിങ്ങളുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ. Paul is writing, we have painted Christ in front of you. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളുടെ കണ്ണിനെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? Oh foolish Galatians, who has bewitched you? Hallelujah. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, യേശു ക്രിസ്തുവിനെ നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. Dear child of God, Christ Jesus has been painted before us. ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ കർത്താവായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധ സഭയെയും പറ്റി സംസാരിച്ചപ്പോൾ, Dear man of God, when he preached about the Christ and the church, ഈ ലോകത്തിലെ ഏറ്റവും കോമളരൂപിയായി ജനിച്ചവനായിരുന്നു നമ്മുടെ നാഥനായ യേശു മശിഹ. our Lord Jesus was very simple person when he was born. Hallelujah. അവൻ 10,000ങ്ങളിൽ അതിസുന്ദരനായിരുന്നു. He is beautiful than, he is handsome than 10,000s. Hallelujah. എന്നാൽ യെശയ്യാവ് അവനെ പറ്റി എഴുതുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, But when Isaiah is writing about him, he is writing this way. ആളല്ലാത്ത വിധം അവൻ വിരൂപമാക്കപ്പെട്ടു. Oh, he was changed, he was deformed beyond recognition. എനിക്കും നിങ്ങൾക്കും വേണ്ടി, for you and for me. Hallelujah. എന്നാൽ കർത്താവ് ആരാണെന്ന് ഇതിനകത്ത് വരച്ചു തന്നിട്ടുണ്ട്. But in the scripture of God, who is Christ, that he has been painted. Hallelujah. മനുഷ്യരുടെ അപ്രൂവൽ എടുക്കാൻ വേണ്ടിയല്ല യേശുനാഥൻ പത്രോസിനോട് ചോദിച്ചത്, നിങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുന്നു? It is not to seek the man's approval that Christ is asking Peter, who do you think I am? നിങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുന്നു? Or who you think I am? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു കേട്ടതിന് ശേഷം യേശുവിന് ഒരു പേരെടുക്കുവാൻ വേണ്ടിയല്ല. It is not for Jesus to claim something as the Son of God. ചിലർ അപ്പം തരുന്നവനായ യേശുവിനെ കാണുമ്പോൾ, because some people see the God who make bread. ചിലർ രോഗം മാറ്റുന്നവനായ യേശുവിനെ കാണുമ്പോൾ, when some see Christ as the one who healed the diseases. ജോലി തരുന്നവനായ യേശുവിനെ കാണുമ്പോൾ, when some see Jesus as the one who employs or gives them job. കടന്നു വരിക എല്ലാം കിട്ടുമെന്ന് പറയുന്ന യേശുവിനെ വരച്ചു കാട്ടുമ്പോൾ, when many people paint Jesus as someone who can give everything what you want. തന്റെ കൂടെ ഇരിപ്പാൻ യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, to the disciple whom he selected to be with him, he is asking them, താൻ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ തന്റെ വചനവുമായി പുറപ്പെട്ടു പോകുവാൻ യേശു വിളിച്ച ശിഷ്യന്മാരെ പറ്റി ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്. to the disciples whom he appointed who will be preaching his word after he goes, he asked them this question, നിങ്ങളുടെ അകത്തുള്ള ചിത്രം എനിക്കൊന്ന് അറിയണം. Oh, I want to know what you think that I am. ലോകം എന്തും തന്നെയും പറഞ്ഞു കൊള്ളട്ടെ, no matter what the world may say about me, ലോകത്തിന്റെ ചിന്താഗതികൾ എന്തു തന്നെ ആയിരിക്കട്ടെ, no matter what the world think about me, എന്നോട് കൂടെ ഇരിപ്പാൻ വിളിക്കപ്പെട്ട
വിളിക്കപ്പെട്ടവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. But to you disciples whom have chosen to be sit with me, I have one question to you. എന്റെ വചനം പ്രസംഗിക്കാൻ തെരഞ്ഞെടുത്തവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. To whom we have selected to preach my word, I have one question to you. ഭൂതങ്ങളെ പുറത്താക്കുവാൻ വിളിക്കപ്പെട്ടവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. To you who are called to wipe out the demons, I have this question. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആത്മാക്കളെ സമ്പാദിക്കാൻ ഞാൻ വിളിച്ചവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. To you who are called to win souls for me, I have this question. എന്നെ പറ്റിയുള്ള അവബോധം അണ്ടർസ്റ്റാൻഡിംഗ് എന്താണ്? Or what is your understanding about me? ഹല്ലേലൂയ. അതറിയാൻ വേണ്ടിയാ യേശുനാഥൻ അവരോട് ചോദിച്ചത്. To understand that Christ is asking his disciples. പത്രോസ് പറയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. And Peter is telling you are the son of the living God, you are the Messiah. യേശു പറയാ, ബർയോനാ ശിമോനേ, നീ ഭാഗ്യവാൻ. And God is telling son of Peter, son of Bar, you are blessed. ഓ, നിനക്ക് ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തി It തന്നത്. is not the flesh which gave you this understanding, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവത്രേ. but the heavenly Father has revealed this to you. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വചനവുമായി പോകുന്നവർ, Dear child of God who carry the word of God, ദൈവത്തിന്റെ സാക്ഷ്യവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവർ, or dear child of God who stand as a witness to the ഹല്ലേലൂയ, Lord, ഞാനും നിങ്ങളും പന്തിരുവരെ പോലെ വിളിക്കപ്പെട്ടവരാണ്. we are called to be that witness of Christ. ഹല്ലേലൂയ. യേശുവിന്റെ സാക്ഷികളായി പോകുന്നവർക്ക്, We are the witness of Christ. ഹല്ലേലൂയ, നമ്മുടെ മനസ്സിനകത്ത് യേശുവിനെ പറ്റി ഒരു നല്ല ചിത്രം ഉണ്ടായിരിക്കണം. Oh, there should be that we have a good picture of Christ in our heart. പൗലോസ് പറയുകയാണ്, യേശു നിങ്ങളുടെ മുൻപിൽ വരച്ചു And കാട്ടിയിരിക്കുന്നു. Paul is telling we painted Christ in front of you. ഹല്ലേലൂയ. യോഹന്നാനെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു, And when John is writing the gospel, he writes in this ഞങ്ങൾ manner, തൊട്ട വചനം, or the word whom we touched, ഞങ്ങൾ അനുഭവിച്ച or വചനം, the word whom we felt, ഞങ്ങൾ കേട്ട വചനം, or the word whom we heard, ഞങ്ങളോട് കൂടെ നടന്ന or the വചനം, word which walked with അതാ us. ഞങ്ങൾ പകർന്നു തരുന്നത്. And that is the word we share to you. പൗലോസ് അതിനോട് ചേർന്ന് പറയുകയാണ്, And Paul is writing according to it. വചനത്തിന് വിരുദ്ധമായിട്ട് സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു ദൂതൻ വന്ന്, And against that word, even if an angel from heaven appears, വിപരീതമായിട്ട് എന്തു പറഞ്ഞാലും, and if it proclaims anything apart from the അവൻ gospel, ശപിക്കപ്പെട്ടവൻ. oh, it is cursed. നിങ്ങളത് വിശ്വസിക്കരുത്. Oh, you should not believe that. ഒത്തിരി കള്ള നാണയങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. In this world, there are many false teachers in this ഹല്ലേലൂയ. world. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട ദൈവത്തിന്റെ സഭ, But the church of God, which is built on the foundation of prophets and apostles, ക്രിസ്തു യേശു എന്ന മൂലക്കല്ലിനോട് കൂടെ ചേർന്ന് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട ദൈവത്തിന്റെ the സഭ, church which is built along with the cornerstone that is Christ and with the apostle and prophets. അതിനകത്ത് നിന്ന് കാട്ടുകിട വ്യതിചലിക്കുവാൻ ദൈവം But ആഗ്രഹിക്കുന്നില്ല. God will not allow any bad teaching, false teaching in the അതുകൊണ്ട് church. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സഭ വ്യക്തമായി കേൾക്കണം. So the church beware and hear carefully. രാവിലെ സുവ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ പറഞ്ഞതാണ്. And through the servant, the Holy Spirit spoke us clearly. ഇത് പാസ്റ്റർമാർക്കുള്ള ദൂരല്ല. Oh, this is not a preaching for a ഇത് pastor. പുറത്തേക്ക് പോകുന്ന ഏതോ പേര് വെച്ചിരിക്കുന്ന ചില ഇവാഞ്ചലിസ്റ്റുകളുടെ ദൂരല്ല. This is not for someone non-evangelist. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് Whoever has accepted Lord as his personal Savior. ജലത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട്, In the name of the Father, Son, and the Holy Spirit, who have baptized. ഓരോ വ്യക്തിയും യേശുവിന്റെ ശിഷ്യരാണ്. Every one person is a disciple of ഓരോ Christ. ശിഷ്യന്റെയും ജോലി മറ്റുള്ളവരെ ശിഷ്യരാക്കുക എന്നാണ്. Job of every disciple is to make more disciples. അപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയിരിക്കണം എന്താണ് നമ്മൾ പറയുന്നതെന്ന്. So disciples should understand what we teach, what we നമ്മുടെ preach. ഉള്ളിലുള്ള യേശു ആരാണ്? Who is the Christ revealed in us? വിശക്കുമ്പോൾ അപ്പം തരുന്ന യേശുവാണോ? Is it the Christ who gives us food when we are hungry? Who is the Christ? What is our understanding? It is the Christ who only heals us when we are sick. What is the Christ who is revealed in us? പ്രയാസങ്ങളുടെയും പ്രശ്നത്തിന്റെയും മധ്യത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന Is he a യേശുവാണോ? Christ who gives answer when we are in trouble? എന്റെ യേശു അതെല്ലാമാണ്. Yes, my Christ is all of എന്നാൽ that. എന്റെ യേശു അതിനൊക്കെ മുകളിലാണ്. But my Christ is even beyond that. ഹല്ലേലൂയ. എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി, To save me from my sin. എനിക്ക് വേണ്ടി മരിച്ച യേശു, He is the Christ who died for me. എന്റെ മരണം മാറ്റുവാൻ വേണ്ടി To remove the death within me. ചട്ടവാറുകളാൽ അടിയേറ്റ Oh, യേശു, he bore the whips on his back എന്നെ രക്ഷിക്കുവാൻ വേണ്ടി to save me. പതിനായിരങ്ങളിൽ അതിസുന്ദരനായ Oh, his beautiful, handsome, than 10,000 വിരൂപിയായി of souls. തീർക്കപ്പെട്ട But he യേശു, was deformed for you and for me. എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ വാസസ്ഥലം And ഒരുക്കുന്ന he is യേശു. making a place in the heaven for you and യേശു me. പറയാണ്, നിങ്ങളെ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. And that Christ is speaking
speaking to us, I have given you one word. ഉത്തരവാദിത്വം എന്നെ മറ്റുള്ളവർക്ക് വരച്ചു കാണിക്കുക. And that is this responsibility to draw me before others. അല്ലപ്പോ നമ്മുടെ മനസ്സിനകത്ത് ഒരു ചിത്രം ഉണ്ടായിരിക്കണം. And then for that, we should have a picture of Christ in our heart. നമ്മളൊക്കെ കാരിക്കേച്ചർ ഒക്കെ വരയ്ക്കാൻ വേണ്ടി പോയിട്ടില്ലേ? We have gone to draw caricatures. നമ്മൾ ചിലപ്പോൾ പാർക്കുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പടം $20 $30 വരച്ചു തരാമെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിലൊക്കെ പോയി ഇരുന്നിട്ടില്ലേ? Sometimes we go to the park, there are artists who can make your caricature for $20. അവർ നമ്മളോട് പറയും ഒരു സ്ഥലത്ത് ഇരിക്കുവാൻ. And they will tell us sit in one place. അവിടെ ഇരുന്നതിന് ശേഷം അവർ നമ്മുടെ മുഖത്തേക്കൊക്കെ നോക്കും. And after sitting they will look at our face. അതിന് ശേഷം നമ്മുടെ മുഖത്തിന്റെ ഭാവങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഭാവങ്ങൾ എല്ലാം അവരത് വരയ്ക്കും. And they understand our face, they draw that. കാരണം എന്താണെന്ന് അറിയാമോ? അവർക്ക് കണ്ട് വരയ്ക്കുവാൻ ഒരു ചിത്രം വേണം. What is that? Because they need to see something before they can paint something. അപ്പോൾ നമ്മൾ ലൈവ് ആയിട്ട് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, so if we are not sitting in person, അപ്പോൾ നമ്മളെ വരയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഒരു പടം അവർക്ക് കൊടുക്കുകയാണ്. so then we have to give a picture to that person. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, when many people among our beloved, when they departed from this world, വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരൊക്കെ മരിച്ചു പോയപ്പോൾ, when Appachan Ammachis, when they departed from this world, ഫോട്ടോകളൊന്നും അവരുടെ ഇല്ലാതിരുന്നപ്പോൾ, when the time when we didn't had a good photograph of them, ചിത്രങ്ങൾ, ഓയിൽ ക്യാൻവാസ് പെയിന്റിംഗ്സ് നമ്മൾ ചെയ്തിട്ടില്ലേ? we remember we had done the oil canvas paintings of them. ആ ചിത്രങ്ങൾ, അതിന്റെ ആ ഫോട്ടോ, പൊടി പിടിച്ചിരുന്ന, പൂപ്പൽ പിടിച്ചിരുന്ന ആ ഫോട്ടോ നമ്മൾ ആരെങ്കിലും ഒരു നല്ല ചിത്രകാരന്റെ കൈ കൊടുക്കും. Even if it was an old photograph, we will give to a good painter who can paint that. ആ ചിത്രകാരൻ അത് ഒരു നല്ല എണ്ണച്ചായ ചിത്രമാക്കി മാറ്റും. And that painter will reproduce a better oil painted version. പൗലോസ് ചോദിക്കുക, ക്രിസ്തുയേശു നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. And Paul is writing, we have painted Christ in front of you. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശു നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. Christ Jesus is painted in front of us. ഹല്ലേലൂയ. ഈ പുസ്തകങ്ങളിൽ ഇതൾ വിടരുന്ന യേശുവിനെയാണ് നമ്മൾ പറയേണ്ടത്. Oh, this is the Christ whom we have to proclaim. ഇതിനപ്പുറത്തുള്ള ഒരു യേശു യേശുവല്ല. Beyond this word, if they say Christ is not the Christ, ഇതിനപ്പുറത്തുള്ള ഒരു യേശു നമ്മളെ രക്ഷിച്ച യേശുവല്ല. beyond the word, what is said about Christ is not the Christ who saved us. പകൽക്കാലം എന്റെ ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനം ഇരിക്കണം. So that's the children of God be in attitude of prayer. ഹല്ലേലൂയ. ഈ 9 വാക്യങ്ങളിൽ വളരെ ശക്തമായ ഭാഷയിൽ പത്രോസ് എഴുതുകയാണ്. And Peter is writing in a very strong language in this 9 verses. ഈ ശക്തമായ ഭാഷയെ എത്ര ലളിതമാക്കാമോ അത്രമാത്രം ലളിതമാക്കുവാൻ ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. And we try to make it as simplified as we can. ഹല്ലേലൂയ. 9 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന വളരെ ശക്തമായ ആലോചനകളുണ്ട്. And in these 9 verses there's a powerful message that Peter is writing. ഒന്നാമതായി തെറ്റായ ഉപദേഷ്ടാക്കന്മാരെ പറ്റിയുള്ള ഒരു വിവരണം. First, the knowledge about false teachers. എന്നിട്ട് രണ്ടാമതായിട്ട് ആ ഉപദേഷ്ടാക്കന്മാരുടെ നാശത്തെ പറ്റിയുള്ള ഒരു വിവരണം. And then the message about what will happen to those false teachers. എന്നാൽ അവരുടെ മധ്യത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ആൾക്കാരുടെ വിടുതലിനെ പറ്റിയുള്ള ഒരു വിവരണം. But then and in midst of that, the person who are righteous, who are living in midst of them, what will the deliverance about them? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആ 3 കാര്യങ്ങൾ പറയട്ടെ. Let me repeat again throughout these 3 things. ദുരുപദേഷ്ടാക്കന്മാരെ പറ്റിയുള്ള ഒരു വിവരണം. First, about the false teachers. അതിനുശേഷം ദുരുപദേഷ്ടാക്കന്മാരുടെ നാശത്തെ പറ്റിയുള്ള ഒരു വിവരണം. Second, about destruction about the false teachers. മക്കളുടെ വിടുതലിനെ പറ്റിയുള്ള വിവരണം. Third, the deliverance about the saints. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. Be careful. ഹല്ലേലൂയ. എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. And then this was painted in front of me. ദുരുപദേഷ്ടാക്കന്മാരെ പറ്റി വിവരിക്കണമെന്നുണ്ടെങ്കിൽ, if we have to preach about false teachers, പത്രോസ് ഇങ്ങനെ എഴുതുമ്പോൾ എന്റെ മനസ്സിനകത്തേക്ക് ഒരു ചിത്രം തെളിഞ്ഞു വന്നു. I'm thinking like this when Peter is writing about them, what he must be thinking. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. Consider like this. നിങ്ങളുടെ വയറ്റിനകത്ത് ഒരു വലിയ ട്യൂമർ വളരുന്നുണ്ട്. If there's a big tumor in your stomach, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സമയത്ത് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറസ് ട്യൂമർ ആണെന്നിരിക്കട്ടെ. and when the blood test happened, we discovered it was a fast growing cancerous tumor. ഈ ട്യൂമർ അറത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടുതലില്ല. And if tumor is not removed from your body, there is no deliverance. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് സർജറി വളരെ പേടിയുള്ള ഒരു വ്യക്തിയാണ്. But you are a person who are very afraid of surgery. ബ്ലഡ് കണ്ടാൽ നിങ്ങൾ മോഹാലസ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. And you are a person who is unconscious when you are on the sight of blood. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള നിങ്ങൾക്ക് വളരെ പരിചയപ്പെട്ട ഒരു ഡോക്ടറുടെ അടുക്കൽ പോയി. And when you are in that situation, you go to a doctor who know you well. ആ ഡോക്ടർക്ക് നിങ്ങളുടെ പേടികളെ പറ്റി അറിയാം. And that doctor knows all your fears. ആ ഡോക്ടർക്ക് നിങ്ങൾക്ക് പൊട്ടറ്റോയും മീറ്റും ഒക്കെ കഴിക്കുന്ന ഇഷ്ടങ്ങളെ പറ്റി അറിയാം. That doctor knows what you like to eat, potato meat. എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമില്ലാത്തതെന്ന് ഡോക്ടർക്ക് അറിയാം. That doctor knows you very well what you like and what you dislike. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഉണ്ട്. And
And in that doctor's hand there is this diagnostic report. അതേ സമയത്ത് ഡോക്ടർക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാം. And at the same time doctor knows what you like and what you dislike. ഡോക്ടർക്ക് അറിയാം നിങ്ങൾക്ക് സർജറി നടന്നില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. Doctor knows if the surgery doesn't happen you will die. എന്നാൽ നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ, but because not to offend you, ഡോക്ടർ പറയാണ് സാരമില്ല സർജറി വേണ്ട. don't worry, we don't need the surgery. നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ, oh I don't want to give you any pain, ഡോക്ടർ പറയാണ് സാരമില്ല സർജറി വേണ്ട. doctor is telling it's all right, you don't need surgery. അതാണ് സഭയുടെ ഒരു ചിത്രം. oh that is a picture of false teacher of today's church. ദുരുപദേഷ്ടാക്കന്മാരുടെ ഒരു ചിത്രം അതാണ്. oh that is the picture of today's false teachers. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. it's not that they do not know about it. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. it is not that they don't know about it. വേദന ഉണ്ടാകാതിരിക്കാൻ, but in order they don't cause any offense. എന്നാൽ ഈ വേദനയ്ക്ക് രണ്ട് ചിത്രങ്ങളുണ്ട്. but there are two pictures of this pain. ഒന്ന് നിങ്ങൾക്ക് വേദന ഉണ്ടാകാതിരിക്കാൻ, one not to cause you any pain, പറയുന്നയാളിന് വേദന ഉണ്ടാകാതിരിക്കാൻ, and second for the person who is preaching not to cause him any pain. ശ്രദ്ധിച്ചോ, ഈ നാണയത്തിന് രണ്ട് വശമുണ്ട്. in this picture there are two sides of this. ഡോക്ടർ ചിന്തിക്കുകയാണ് ഞാൻ ഈ മനുഷ്യനോട് സർജറി വേണമെന്ന് പറഞ്ഞാൽ, if I say to this patient you need a surgery, അദ്ദേഹം സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി പോകും. the patient may go for a second opinion to another doctor ബ്ലഡ് പേടിയാണ്. because this patient is afraid of blood. സർജറി പേടിയാണ്. this patient is afraid of surgery. വേറൊരു സർജനെ കാണാൻ പോകും. this patient may go to see a different doctor. മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്റെ മന്ത്ലി ഫീ എനിക്ക് ഇനി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. and doctor may be thinking the monthly fee that I'm charging this patient I might not be able to charge it. വേദന ഉണ്ടാകാതിരിക്കാൻ, so in order the doctor doesn't get any pain, any offense, ഡോക്ടർക്ക് വേദന ഉണ്ടാകാതിരിക്കാൻ, so that doctor may not incur any loss, രോഗിയുടെ വേദന അകറ്റാനെന്നുള്ള വ്യാജേന he is trying to hide the pain which the patient is going through, തെറ്റായിട്ടുള്ള ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. and he is giving him a very wrong diagnosis. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കൾ ശക്തിയോടെ ഈ ദൂത് ഏറ്റെടുത്തോണം. dear children of God, receive this word with a strong heart. ദുരുപദേഷ്ടാക്കന്മാർക്ക് ദുരുപദേശം അറിയാഞ്ഞിട്ടല്ല. it is not that the false teacher do not know that they are teaching false, എന്നാൽ വേദന ഉണ്ടാകാതിരിക്കാൻ, but in order they do not disturb anything, അവർക്ക് ലഭിക്കുന്നത് പോയി പോകുമെന്നുള്ള ചിന്ത അവരെ ഭരിക്കുന്നത് കൊണ്ട്, because there is a fear in their heart they will lose what they are getting, അവരുടെ സ്ഥാനം പോയി പോകുമെന്നുള്ള ചിന്ത അവരെ ഭരിക്കുന്നത് കൊണ്ട്, because that they have a fear they will lose the position that they are holding. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, in the days I heard one brother speak this way, ചർച്ചിലോട്ട് ഇനി വരുന്നത്, oh why is there need to go to church, കുത്തി പ്രസംഗം അല്ലാതെ വേറെ ഒന്നുമില്ല. oh if we come to the church we always hear the teaching which condemn it. മാറണം ചേഞ്ച് ചെയ്യണം. every time I'm thinking I need to change. ഓ ഞങ്ങൾ ഒത്തിരി ഭാരം കൊണ്ടാണ് ഞങ്ങൾ ചർച്ച വരുന്നത്. oh we go to church with lot of burdens, അതിനുശേഷം പാസ്റ്റർ തരുന്നു അതിനേക്കാൾ വലിയ ഭാരമാണ്. and when we hear the pastor speak he is convicting us even more. പാസ്റ്റർക്ക് ഒരു ചോയ്സ് ഉണ്ട്, ഏത് സർജനായിട്ട് മാറണം. pastor has a choice what kind of surgeon he needs to be. നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് എന്റെ വലത്ത് കയ്യിലുണ്ട്. oh pastor has your diagnostic report. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിങ്ങൾ തരുന്നതായിട്ടുള്ള മന്ത്ലി ചെക്കിന്റെ ചിന്ത എന്റെ മനസ്സിനകത്തുണ്ട്. same way I have a thought of the monthly check or what I'm getting. ഞാൻ നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഡയഗ്നോസിസ് ചെയ്യണമോ? should I see the report and do a correct diagnosis, അതോ എന്റെ മന്ത്ലി paycheck പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യണമോ? or should I think about my monthly paycheck and give you report according to that? പാസ്റ്റർ അല്ല പറഞ്ഞത്. I'm not speaking about Pastor A.G. Dallas. രണ്ടിനാലും ഞരങ്ങുന്ന അനേക ദൈവദാസന്മാരുണ്ട് ലോകത്തിൽ. but there are two types. There are men of God who are caught in that situation. ദൈവം തരുന്ന ശക്തവും വ്യക്തമായ ആലോചനയുണ്ട്. there is a word of God which they have to speak in its spirit and its truth. എന്നാൽ അത് എടുക്കുവാൻ തക്ക ഒരുക്കമില്ലാത്ത കൂട്ടം വിശ്വാസികൾ മുൻപിലിരിക്കുമ്പോൾ, but when he sees a congregation who are not capable to receive that word, ഹല്ലേലൂയ, എന്റെ ലാഭം പോയി പോകുമോ എന്നുള്ള ചിന്ത കാരണം there is a thought that I will lose what I have. ഹല്ലേലൂയ, നിങ്ങളുടെ വേദന അകറ്റാനുള്ള വ്യാജേന to give your false teaching to remove your pain. വ്യാജ ഉപദേശങ്ങൾ പരത്തുന്ന ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. there are teachers with the false teachings preaching the false teachings. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ അവരുടെ 4 characteristics പറയുകയാണ്. and through Peter the 4 characteristics we hear. ഹല്ലേലൂയ. പത്രോസ് 4 characteristics പറയുകയാണ്. and Peter is speaking 4 characteristics about his false teacher. ഒന്നാമതായിട്ട് പറയുകയാണ് വഞ്ചനയുടെ ആത്മാവ്. they have a spirit of falsehood. ഹല്ലേലൂയ. വഞ്ചനയുടെ ആത്മാവിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. oh they are working in a destructive അതെ, destructive heresies എന്ന് എഴുതിയിരിക്കുന്നത്. the Bible says a destructive heresies. നാശകരമായ മതഭേദങ്ങൾ. to bring swift destruction. ശ്രദ്ധിക്കണം പ്രിയ ദൈവമക്കളെ. dear child of God, pay attention. നാശകരമായ മതഭേദങ്ങൾ. to bring a destruction
destruction. Hallelujah. പത്രോസ് അവിടെ ഒറിജിനൽ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? What is the original text that Peter is using? നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലത്. I know you won't like that. നമ്മളാരും നാശകരമായ മതഭേദം കൊണ്ടുവരുന്നില്ലല്ലോ. We are not bringing any destructive heresies. എന്നാൽ പത്രോസിന്റെ ഒറിജിനൽ ടെക്സ്റ്റിനകത്ത്, but in this original text Peter is writing, പത്രോസ് പറയുകയാണ് promoting a party spirit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പക്ഷത്തിന്റെ സ്പിരിറ്റ് കൊണ്ടുവരുന്നെന്ന്. What that means is Peter is writing bringing a party spirit, factionalism. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ പറ്റി പൗലോസ് എഴുതുമ്പോൾ, Paul is writing about the works of flesh in Galatians, ദ്വന്ദ്വപക്ഷത്തെ പറ്റിയും ഭിന്നതയുടെ ആത്മാവിനെ പറ്റി പൗലോസ് എഴുതുമ്പോൾ, he is speaking about the spirit of disunity and factionalism. കാര്യം തന്നെ പത്രോസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. And the same thing Peter is repeating here. Destructive heresies എന്ന് പറയുമ്പോൾ, when we hear destructive heresies, നാശകരമായ മതഭേദം എന്ന് പറയുമ്പോൾ, it is the disunity that he is bringing. പാർട്ടി സ്പിരിറ്റ് കൊണ്ടുവരുന്നു. It brings a party spirit within the church. Hallelujah. വഞ്ചനയുടെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒന്ന് പാർട്ടി സ്പിരിറ്റിലൂടെയാണ്. The one spirit of works through the destructive spirit. അതിനെ എങ്ങനെ കൊണ്ടുവരുന്ന പത്രോസ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? How does the Peter is writing how does disunity കയറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. and it writes it comes up secretly. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സീക്രട്ട് ആയിട്ട് കയറ്റുകയാണ്. And this heresies are brought in a very secret manner. കയറ്റുകയാണ്. Or this disunity is brought in a very secretive manner. കൊണ്ടുവരുന്നവർ യേശുവില്ല എന്ന് ആദ്യം പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. If they were to say that Jesus is not, there's no Jesus, nobody will believe them. രക്ഷകനല്ല എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. If they were to proclaim Jesus is not a savior, nobody will believe them. സ്വാർത്ഥപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി, but seeking their own selfish goals. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസിനോട് ലേഖനം എഴുതുമ്പോൾ, Holy Spirit when he is writing to Peter, it writes, സത്യത്തെ മുഴുവൻ പുറത്തു കളയാതെ, it does not throw away the whole of truth, നുഴയിച്ചു കയറ്റുന്ന മതഭേദങ്ങൾ, but they bring the destructive heresies through secretly. ഒരു ഫോൺ എടുത്ത് ഒരു സഹോദരനെ പറ്റി കുറ്റം പറയാ. Take a phone, make a one call speaking ill about one brother. ഒരു ഫോൺ എടുത്ത് ഒരു പാസ്റ്ററുടെ മെസ്സേജിനെ പറ്റി കുറ്റം പറയാ. One phone call speak ill about pastor's message. സഭയ്ക്കകത്തെ പ്രവർത്തനത്തെ പറ്റി ഒരു വ്യക്തിയോട് പറയാ. Say bad about the workings of the church. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ പ്രസംഗത്തെ വിമർശിക്കുക. They condemning the preaching of the men of God. നാശകരമായ മതഭേദങ്ങളെ ദൈവത്തിന്റെ സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറ്റിക്കുകയാണ്. The Bible writes they secretly introduce destructive heresies. കയറുമ്പോൾ അതിന്റെ പ്രതിഫലനം എന്താണെന്ന് അറിയാമോ? What is the result of this secretly entering? നമ്മുടെ ചിന്താ മണ്ഡലം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമാകും. Then it brings confusion and our mind is tossing around. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, if when you're receiving this word which I am preaching to you, നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നി നിങ്ങൾ ആമേൻ പറഞ്ഞു പുറത്തു പോകുമ്പോൾ, when you say amen, yes this is truth, and when you get out of the sanctuary, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ, a brother or sister whom you love very much, respect very much, നിങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ് പാസ്റ്റർ ആ പറഞ്ഞത് ശരിയായില്ല. when they call you and tell you, oh what pastor spoke, that was not correct, നിന്നത് ശരിയായില്ല, of the way pastor stood, that was not correct. ഇറങ്ങി പോകുന്നവരെ നിങ്ങളുടെ മനസ്സിനകത്ത് നല്ലതായിരുന്നു. Till the time when you left the sanctuary the message was നിങ്ങൾ good, ഏറ്റെടുത്തതായിരുന്നു. or this was the message which you received. എന്നാൽ വേറൊരു സഹോദരൻ ഫോൺ വിളിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, when you heard a different brother speaking ill about it, അത് ശരിയായിരിക്കുമെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. you start thinking whether he is correct. ബെറോവിലെ വിശ്വാസികൾ ഉത്തമന്മാരായിരുന്നു. The believers in saints in Berea were excellent quality. ബെറോവിലെ വിശ്വാസികൾ ഉത്തമന്മാരായിരുന്നു. The saints in Berea were in excellent quality. പൗലോസും അപ്പോസ്തലന്മാരും ഒക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, after Paul and apostle preached, അവർ വീട്ടിൽ പോയി അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. they examined the scriptures saying is what they spoke, was it correct or not. സഹോദരന്മാരെ ഫോൺ വിളിച്ച് ചോദിച്ചല്ല പരിശോധിച്ചത്. They did not examine calling other believers in the church. നിങ്ങൾക്ക് വരച്ചു കാട്ടിയിരിക്കെ, the Christ been painted before you. ഹല്ലേലൂയ. നിങ്ങളെ ശൂദ്രം ചെയ്ത് മയക്കിയതാര്? Oh foolish Galatians, who has bewitched you? പകൽക്കാലം പ്രിയരെ, വചനത്തിന്റെ വിരുദ്ധമായി ദൈവദാസന്മാര് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, if the people of men of God are preaching against the word of God, ഉത്തമന്മാരായ വിശ്വാസികൾ വചനം പരിശോധിച്ചു നോക്കണം. then the believer should examine the word. പരിശോധിച്ചു നോക്കിയതിനു ശേഷം ദൈവദാസന്മാരെ പ്രസംഗിച്ച ദൈവദാസന്മാരോട് തന്നെ വിളിച്ചു ചോദിക്കണം. And after examining the scripture, call the men of God who preached that message. നാശകരമായ മതഭേദം നുഴയിക്കാത്ത ഒരുവന്റെ ക്വാളിറ്റി ഞാൻ കാണിക്കാം. That is the quality of somebody who does not bring this destructive heresies. തെറ്റായ ചിന്തകളുമായി ഒരുവൻ പ്രസംഗിക്കാൻ പോയി. If one person went to preach with a wrong message, പേരാണ് അപ്പൊല്ലോസ്. his name was
Apollos. അവന്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ And after his preaching was അവനെ over, പരസ്യമായി വിമർശിക്കാതെ instead of publicly correcting him, മറ്റുള്ളവരോട് വിളിച്ച് അവനെ പറ്റി കുറ്റം പറയാതെ instead of calling others and speaking ill about this person, this couple invited Apollos. This couple spoke to Apollos directly. That's why Apollos was did not fall away. That's why Apollos was not destroyed. But Apollos was able to grow in the kingdom of God. And with mighty power he was able to proclaim and preach the word of God. And he was able to grow in the church of God. The Holy Spirit is speaking to those who are bringing destructive heresies between the church. God has appointed people as apostles in the house of God. People has appointed evangelists in the house of God. People, God has appointed teachers in the house of God. God has appointed prophets in the house of God. God has appointed shepherds in the house of God. I asked God, why in these 9 lines, why is it only calling out teachers and prophets? If you examine these 9 verses, they're not speaking about evangelists. They're not speaking about apostles. They're speaking about teachers. They're speaking about prophets. The shepherd should be the person who has the office of prophets and the teachers. So I also believe shepherds are also included in that. Because the responsibility on these individuals are little more. The responsibilities on teachers is heavy. If you spoke something mistake to the people who do not know Christ, when you preach, Holy Spirit will correct it. He will help us to understand that. But the teacher who is preaching, the one who is standing here to preach, they have to pay they have to give the accounts. They have to pay, they have to share the accounts. One side they see the diagnostic report, and next side they see their selfish desires, and we see that being on the 2 sides of a scale. Hallelujah. Like the Balaam wanted the ill gain of what his ministry. Diagnostic report do not keep aside the diagnostic report. Hallelujah. False teachings. When we speak about false teachings, feigned words. They say, they bring it with faint words. False words in the literal translations. In literal, they bring the false words. Feigned words. When we really hear faint words, the original text, the original text, what it captures, they use the Greek word plastos. They use the word plastos. What is the meaning of plastos? It is the root word for the word plastic. What is the quality of plastic? The plastic you can change in whichever shape and form and manner. You can change the plastic in whatever shape you want. Are we speaking plastic words? Hallelujah. Plastic words. God has not called us to speak the plastic words which can be changed in any manner. Words. But the solid word, the solid teaching of the word. There's another quality of these false teachers. They're very mindful of what they're carrying. Our vocabulary. Oh, their vocabulary is very great. Oh, they have a good vocabulary. Okay, they have the same vocabulary like us, but their dictionary meaning they understand it differently. They may speak the same words what we hear. But they don't use the same dictionary like ours. Our dictionary is the word of God. Our dictionary is the word of God.
God. ഹല്ലേലൂയ പ്രിയ ദൈവത്തിന്റെ പൈതലെ വഞ്ചനയുടെ ആത്മാവിൽ കുടുങ്ങി പോകരുത്. Dear child of God, do not be caught up in the spirit of false teaching. ഹല്ലേലൂയ രണ്ടാമത് പത്രോസ് പറയുമ്പോൾ Second Peter is writing, അവർ ത്യജിക്കും എന്ന് പറഞ്ഞ വേണ്ട എന്ന് പറയും. they say they deny Christ. ഹല്ലേലൂയ ഇവർക്കെല്ലാം വേണ്ട വേണ്ട എന്ന് പറയുന്നതാണ് വേണം വേണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ. They more than affirming something, they deny more things. അവർ ഡിനൈ എന്ന് എന്തൊക്കെയാണെന്ന് അറിയാമോ? And what all do they deny? ദൈവത്തിന്റെ വചനത്തിന്റെ ഇൻസ്പിറേഷൻ അവർ വേണ്ട എന്ന് പറയും. They deny the inspiration behind the word of God. പാപമില്ല എന്ന് വിളിച്ചു പറയും. They deny the existence of sin. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം സ്റ്റാൻലി ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞല്ലോ. When Brother Stanley was ministering, we heard, പേര് പറയാതെ ഞങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. and we are repeating the same words. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സഭയുടെ പാസ്റ്റർ, A famous pastor of an American church, ഹല്ലേലൂയ ഏറ്റവും പ്രശസ്തനായ പോപ്പുലർ ചർച്ചിന്റെ പാസ്റ്റർ, and the pastor of the most popular church in America. അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ടിവി ചാനൽ വന്നപ്പോൾ, And when he came on the most popular TV channel in America, അദ്ദേഹത്തോട് പാപത്തിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ, when the host asked him to give a definition of അദ്ദേഹം sin, പറയാണ് പാപത്തിന് ഒരു കോൺക്രീറ്റ് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റത്തില്ല. that person is saying we cannot define sin in a concrete manner. ആബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു കൺസെപ്റ്റ് ആണ്. And he conveyed sin as abstract concept. ആമേൻ. ആർക്കും നിർവചിക്കുവാൻ കഴിയുന്നതിനപ്പുറത്തായിട്ട് പരന്നു കിടക്കുന്ന ഒരു വസ്തുതയാണ് പാപം. A sin is something which you cannot define. He explained in this manner. അതിനോട് കൂടെ അദ്ദേഹം വളരെ സത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. And along with it, he spoke something very true. എന്റെ സഭയിൽ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. In my church, there are different groups of people coming in my church. പലതരത്തിലുള്ള ചിന്താഗതിക്കാർ വരുന്നുണ്ട്. They have different thoughts, different backgrounds. അവരുടെ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I do not want to offend any one of them. ഹല്ലേലൂയ. കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. Oh, beware of the false teachers, false men who are leading കുരുടന്മാരായ you. വഴികാട്ടികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. Beware of blind teachers who are leading you. ഹല്ലേലൂയ. ഒരു കുരുടൻ മറ്റൊരു കുരുടനെ വഴികാട്ടിയാൽ, A blind, if he were to lead another blind, ഞാനല്ല പറയുന്നു, ഈ വചനം പറയുന്നു, it's not me who speak, but the word speaks. രണ്ടുപേരും കുഴിയിൽ വീഴും. Or both of the blind, they will fall into a ഇന്ന് ditch. പകൽക്കാലം കുഴിയിൽ വീഴാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. We do not want anyone to fall in any ditch. നിങ്ങൾ കുഴിയിൽ വീഴാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. We do not want you to fall in any ditch. നിങ്ങൾ ആരെയും കുഴിയിൽ വീഴ്ത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And we desire that you don't make anyone fall into any ditch. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, അവർ പാപമില്ല എന്ന് വിളിച്ചു പറയും. Dear child of God, they will deny sin. ഹല്ലേലൂയ. അന്ത്യ ന്യായവിധിയില്ല എന്ന് വിളിച്ചു പറയും. They will say there is no end judgment. ഞാൻ ഇന്നലെ പകൽക്കാലം ദൈവനെ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, Yesterday when I shared the word of God, I shared this. ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കാര്യമുണ്ട്. Now there's his teaching. ഹല്ലേലൂയ. ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. There's something popular. There's something we share. ഏകദേശം 25 പ്രവചന വാക്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് They bring together different prophecies in the Bible. ഹല്ലേലൂയ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതാണെന്ന്. And they speak what's happening right now is the end times of ഹല്ലേലൂയ. those പ്രിയരേ, prophecies. ആ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. There are some things of the prophecies happening right now. Yes, it is true. ക്രിസ്തുവിന്റെ മർമ്മം ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. Yes, the spirit of Antichrist is working. കള്ള ക്രിസ്തുക്കൾ 2000 വർഷങ്ങളായി എഴുന്നേറ്റിട്ടുണ്ട്. Yes, the false Christs have risen in last 2000 years. ആന്റിക്രൈസ്റ്റ് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. But the Antichrist has not revealed yet. ഈ ആന്റിക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുൻപ് Before the Antichrist is revealed in this world, എടുക്കപ്പെടണം. the church of God has to be lifted up. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് വ്യക്തമായിട്ട് എഴുതുന്നു. In the letter to Thessalonians, Paul is writing clearly. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. Yes, the spirit of unrighteousness is working among us. എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. But the one who is refraining it needs to be passed away. ആരാണ് ഇന്നത്തെ റെസ്ട്രെയിനിങ് സ്പിരിറ്റ്? തടുക്കുന്നവൻ ആരാണ്? What is the restraining spirit in this world right now? നമ്മളോട് കൂടെ ഇരിക്കുവാൻ അരുളി തന്നതായ പരിശുദ്ധാത്മാവന്റെ കാര്യസ്ഥൻ. That is the Holy Spirit, the comforter who is with us. ഓ പരിശുദ്ധാത്മാവ് ഇവിടെ എടുക്കപ്പെടുന്നതിന് മുൻപേ, Till the time Holy Spirit is taken away from here, ഹല്ലേലൂയ, ഈ സഭയെ ദൈവം എടുക്കും. God will take this church into His presence. എടുക്കുമെന്നല്ല, It's not like another way. എജി ഡാലസിനെ എടുക്കുമെന്നല്ല. I'm not speaking that A.G. Dallas will be taking it. സഭയ്ക്കകത്ത് നിന്ന് അദൃശ്യമായ ഒരു സഭയെ എന്റെ കർത്താവ് എടുക്കും. But there is a hidden Christ which the Christ will take the church. ആര് പറഞ്ഞാലും പ്രിയരെ വചനം ഇങ്ങനെ പറയുന്നു. No matter what speak, the word speak in this manner. ഇനി സംഭവിക്കാൻ പോകുന്ന കാഹളം ധ്വനിക്കും. When we hear the sound of the trumpet, പ്രധാന ദൂതന്റെ ശബ്ദം when കേൾക്കും. we hear the sound of the archangel, ദൈവത്തിന്റെ
ഗംഭീരനാദം കേൾക്കും. When we hear the sound of the trumpet, കർത്താവ് ആർക്കും കാണാത്ത രീതിയിൽ സ്വർഗ്ഗത്തിൽ ഇറങ്ങും. and nobody can see in this manner, Lord will descend from heaven. കല്ലറയ്ക്കകത്ത് കിടക്കുന്ന കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മരണപ്പെട്ട നമ്മുടെ പ്രിയരാ ശബ്ദം കേൾക്കും. The saints who are dying, who are in the ground, they will raise up. ഇവിടെ കയറി വരുവിൻ എന്നുള്ള ശബ്ദം They കേൾക്കും. will hear this voice, come up here. അവർ അക്ഷയരായിട്ട് ഉയർക്കും. And they will be raised up from the dead. അക്ഷയരായിട്ട് ഉയർക്കുമെന്ന് പറഞ്ഞാൽ And they will be literally raised from the dead. ഒരിക്കലും മരിക്കാതെ അവർ ഉയർക്കും. What that means is they will never die again. They will be raised up in this manner. വിധവയുടെ മകൻ മരിച്ചു. The widow of the 9, her son died. ലാസർ രണ്ടാമതും മരിച്ചു. Lazarus, he died again. ഹല്ലേലൂയ. ഇതിനു മുൻപ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ള എല്ലാ പേരും മരിച്ചു. Anyway, all the people who rose again, they all died. എന്നാൽ കല്ലറകളെ വന്ന് ഉയർത്തെഴുന്നേറ്റ യേശുനാഥനെ പോലെ, But the one like Christ who rose from the dead, ഇനിയും രണ്ടാം മരണത്തിന് അധികാരമില്ലാത്തതായ ഒരു കൂട്ടം ജനം ഹല്ലേലൂയ കല്ലറകളെ വന്ന് ഉയർത്തെഴുന്നേൽക്കും. there is a resurrection coming from the tomb. They will not die again in that manner. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരം And the ones who are alive will be transformed. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരം And ones who are alive will be transformed. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് കൂടെ സദാകാലമായി And will be with Christ forever. ഇതിന് വിരോധമായി ആരും ഇറങ്ങിയാലും, And against this, whoever teach whatever, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവത്തിന്റെ സഭ മഹോപദ്രവകാലത്തിലൂടെ കടന്നു പോകത്തില്ല. the church of God will not go through the time of great tribulation. അതുകൊണ്ട് 25 വാക്യങ്ങൾക്കകത്ത് ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. Yes, among those 25 prophecies, there are many things which is happening right now. മഹോപദ്രവകാലത്ത് നടക്കേണ്ടതിന്റെ പ്രോഫസിയുടെ ഫുൾഫില്ലിംഗ് ആണ് ഇതിനകത്തെ പലതും. But that is not the fulfillment of the great tribulation. അതുകൊണ്ട് ഫോൾസ് ആയിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യരുത്. So do not interpret it in a wrong manner. പ്രിയരെ, അതിന്റെയൊക്കെ ബിഗിനിങ് തുടങ്ങിക്കഴിഞ്ഞു. Dear child of God, the beginning of that, yes, has happened. ഇന്നെങ്കിലും ബോധ്യമുള്ള ആരെങ്കിലും കർത്താവിന്റെ വചനം ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. Somebody knows, yes, the Lord is knocking on the door. He's right there. Praise to God. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. Let's raise our hands and give praise to God. ഹല്ലേലൂയ. ആരതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാലും, And no matter whoever speak against that, പറഞ്ഞ സ്വർഗ്ഗത്തിലെ ദൂതനാകട്ടെ എന്ന്. so let it be even the angel from heaven. ദർശനം കാണിച്ചെന്നോ, because I saw a dream, മാലാഖ ഇറങ്ങി വന്ന് നിന്നോ, because I saw an angel came down, മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയെന്നോ, I saw because the tears fell down from statue, മാതാവ് യേശു കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്നത് കണ്ടെന്നോ, I saw the mother standing with Christ, യേശുനാഥൻ കുരിശിൽ നിറങ്ങി വരുന്നത് കണ്ടെന്നോ, I saw Christ coming down from the cross. ഇതുപോലെയുള്ള എന്തെങ്കിലും കണ്ടാലും, even if you see any of such dreams, യേശു ക്രിസ്തു വരച്ച് കാട്ടിയിരിക്കെ, the Christ been painted before you, യേശു ക്രിസ്തു വരച്ച് കാട്ടിയിരിക്കെ, Christ been painted before you, അതിനകത്ത് നിന്ന് മാറ്റുന്ന ആരും against that, if we speak anything apart from it, പറയുന്നത് വിശ്വസിക്കരുത്. do not believe that. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയാം. Let me say something ഇന്ന് which you will not പറയുന്നത് like. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തല്ലേ? Something we will not like, but let me ഞാൻ share. പറയുന്നതല്ല പത്രോസ് പറയുക. It is not I who speak, but the Peter who is writing. 22 വാക്യത്തിൽ, in the verse 22, 22 വാക്യത്തിൽ പത്രോസ് അവരെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? and what does the Peter calls them in verse 22? ഇതിനെതിരായിട്ടുള്ള മതഭേദം ആര് നുഴയിച്ചാലും, whoever brings the false teaching, ഇതിനെതിരായിട്ടുള്ള ഡിനയൽ ആര് പറഞ്ഞാലും, whoever deny the truth from the word of God, കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് വിരോധമായി ആര് സംസാരിച്ചാലും, against the salvation which is only from Christ, is speak against that. രണ്ടാം വരവിനെ ആര് തിരുത്തി പറഞ്ഞാലും, nobody, if anybody speak against the second coming ഞാൻ of ഒരു Christ, ആവശ്യം കൂടെ ടൈം ലൈൻ അടിവരയിട്ട് പറയാം. let me again speak the timeline clearly. ഇനിയും നടക്കാൻ പോകുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, the next big event that's going to happen in this world, യേശുക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവാണ്. Christ will come in the clouds. യേശുക്രിസ്തുവിന്റെ സഭയുടെ ഉൾപ്രാവണമാണ്. The church will be raptured to his presence. 7 വർഷം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള മണിയറ വാസമാണ്. We'll be with the Christ for 7 years. അതേ സമയത്ത് ഭൂമിയിൽ നടക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ വാഴ്ചയാണ്. And at the same time 7 years there'll be the reign of Antichrist on the earth. 7 വർഷത്തെ വാഴ്ചയ്ക്ക് ശേഷം നടക്കുവാൻ പോകുന്നത് കർത്താവിന്റെ കൂടെ നമ്മൾ ഇറങ്ങി വരുന്നതാണ്. And after the 7 years we'll be coming with the Christ to the earth. ഈ ലോകത്തിൽ നമ്മൾ വരാൻ പോകുകയാണ്. We are going to come within this world. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് 3 മുറിയുള്ള ഒരു വീടായിരിക്കാം. Maybe we have the 3-story house. നമ്മുടെ ചർച്ചിലുള്ളവർ ആരെങ്കിലും 10 മുറിയുള്ള വീട് വെച്ചാൽ, if anybody in our church make a house of 10 rooms, ആരും അസൂയപ്പെടണ്ട. nobody be jealous about it. ഈക്കായിട്ട് സൂക്ഷിക്കാൻ പോകുകയാണ്. Because they are not going to
തീക്കായിട്ട് സൂക്ഷിക്കുക. All the 10, all the big houses are stored for fire. But there is something which was going to happen. വീണ്ടും ഈ ഭൂമിയിലേക്ക് വരും. When the saints will come back to this 1000 world. ആണ്ട് ഈ ഭൂമിയിൽ വാഴും. And for 2000 years will reign in this. കർത്താവിനോട് കൂടെ വാഴും. And will reign with Christ for 1000 years. പിശാചിനെ കെട്ടിയിടും. And then the Satan would be binded. 1000 ആണ്ട് കഴിഞ്ഞിട്ട്. And after the 1000 years. പിശാചിനെ വീണ്ടും തുറന്നു വിടും. The Satan will be left open again. കുറച്ച് നേരത്തേക്ക് മാത്രം. For a little time. അതിനുശേഷം അന്ത്യന്യായവിധി നടക്കും. And after that the final judgment will happen. ഇതിന് വിരോധമായിട്ട് ആര് പറഞ്ഞാലും. Against this, if anybody preach anything apart from that, വിശ്വസിക്കരുത്. dear child of God, don't believe it. ഞാൻ പ്രിയുമല്ല മിഡുമല്ല പോസ്റ്റുമല്ല. I'm not made, not pre, not post. ഈ വചനത്തിന്റെ വക്താവാണ്. I'm preaching what this word of God says. അതിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും. Against this teaching, if anybody speak against this, വചനം പറയുന്നു അവരെ വിളിക്കുന്ന നായെന്നാ വിളിക്കുന്നേ. the word of God speaks, they are called as dog. 22ാം വാക്യത്തിൽ വചനം വിളിക്കുന്ന നായെന്ന്. Verse 20 calls them as a dog. ഹല്ലേലൂയ. അവരെ ദൈവത്തിന്റെ വചനം 22ാമത്തെ വാക്യത്തിൽ വിളിക്കുന്നു പന്നി എന്ന്. The word of God calls them pigs. എനിക്ക് പന്നി എന്ന് വിളി കേൾക്കാൻ ഇഷ്ടമില്ല. I do not want to be called as a pig. എനിക്ക് നായ എന്ന് വിളി കേൾക്കാൻ ഇഷ്ടമില്ല. I do not want to be called as a dog. എൻ്റെ കർത്താവ് വാഹനമേറുന്ന ഒരു കഴുത എന്ന് വിളി കേൾക്കാൻ ഇഷ്ടം. Oh, I want to be called as a donkey whom the Christ rides upon. ഇരിപ്പിടം അരുളുന്ന ഒരു കഴുതയാകാൻ ഇഷ്ടം. I want to be thrown as a donkey in which the Christ reigns. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ when we come to the next verse, sensuality ഉണ്ടെന്ന് പറയുന്നു. they spoke about sensuality. sensualityയെ പറ്റി പറയുമ്പോൾ when we speak about that, ഭോഗേച്ഛ, കാമേച്ഛ, വിഷയേച്ഛ, വിഷയാസക്തി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന് വരുന്നതാണ്. it's a word which comprises the passions and desires in a wrong manner. licentious conduct എന്നാണ് ഇതിനെ പറയുന്നത്. and correct what they call it as licentious conduct. പോലെ നടക്കുക. to walk as you please. ഇഷ്ടം പോലെ നടക്കുക. to walk as you please. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയെ, to the grace of Lord Jesus Christ. ലേഖനം എഴുതുമ്പോൾ 4ാമത്തെ അധ്യായത്തിൽ പറയും, 4ാമത്തെ വാക്യത്തിൽ പറയുന്നു, Jude write in the verse 4, അവരുടെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കുന്ന, to support whatever the manner in they want to walk. ഉപദേഷ്ടാക്കന്മാർ സഭയ്ക്കകത്തേക്ക് കയറി. there are teachers coming into the house of God. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. whoever is in Christ, there is no judgment. വചനപ്രകാരം നടക്കണം. but you have to walk according to the word. വചനം പറയുന്നത് പോലെ നടക്കണം. but we have to walk according to the word. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇവരിത് പറയുന്നതിനകത്ത് ഇവർക്കൊരു ഉദ്ദേശമുണ്ട്. because there's a reason why they preach in this manner. അപ്പൊല്ലോസ് ആണെങ്കിൽ അപ്പൊല്ലോസിന് വെളിപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ കർത്താവ് ആളിനെ അയക്കും. to reveal to Apollos, God sent people to reveal, to make it, to help him understand better. അപ്പൊല്ലോസ് അല്ല. but these people are not Apollos. അപ്പൊല്യോനാ. they are Apollyon. അപ്പൊല്ലോസ് അല്ല. they are not Apollos. ഇവർ അപ്പൊല്യോന്റെ നേതാക്കന്മാരാ. there are people like Apollyon. കാരണം അവർക്കറിയാം ഇതെന്താണെന്ന്. because they know what is right. അവരുടെ നടപ്പിനെ ന്യായീകരിക്കാൻ, but to condemn their, to judge their walk, but to increase their wealth, increase their money, അവരുടെ സുഖലോലുപതയിൽ സമയം ചെലവഴിക്കുവാൻ, to spend their time in a good manner. നാശത്തിലേക്ക് ജനത്തെ തിരിച്ചുവിടുന്ന ഒരു കൂട്ടം. or they are the people who lead the people towards the eternal judgment. ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 7ാമത്തെ അധ്യായം 13 വരെ വായിക്കുമ്പോൾ, and we read in the Matthew chapter 7, വിശാലമായ ഒരു വഴി അവിടെ കാണുന്നുണ്ട്. we see a big broad way. നടന്നു പോകാൻ വളരെ എളുപ്പമാണ്. it is easy to walk in this big broad way. തട്ടാതെ നടന്നു പോകാം. or we can walk like a big soldier. broad way എന്നാണ് എഴുതിയിരിക്കുന്നത്. and the word says it's a broad way. എന്നാൽ അതിന്റെ അന്തം നാശകരമാണ്. at the end of that broad way is judgment, is destruction. വിശാലമായ വഴിയിലൂടെ പോകാനല്ല. dear child of God, God has not called you to walk in a broad way. അതിലൂടെ കടക്കുന്നവൻ the word of God says blessed is the person who walks in a narrow way. അതിലൂടെ കടക്കുന്നവൻ ഭാഗ്യവാൻ. blessed is the person who walks through that narrow gate. മതത്തെ അവരുടെ ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരിൽ നിന്ന്, they use the religion for their wealth, for their money. മീഖ പറയുകയാണ് 3ാമത്തെ അധ്യായത്തിൽ, Micah writes about them in the 3rd chapter. സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്ന ഒരു കൂട്ടം ജനം. they are the people who takes the money and bring judgment on themselves. കൂലി വാങ്ങി ഉപദേശിക്കുന്ന ഒരു കൂട്ടം ഭാഷമാര്. they take the money to do their service, to do their teaching. പ്രവചിക്കുന്ന ഒരു കൂട്ടം they പ്രവാചകന്മാര്. prophesy
after taking the bribes, taking the money. Hallelujah. Avaru plastic words aanu avaru kodukkunnathu. And what they preach is the plastic words which can be molded. Avarude motive ennu parayunnathu kazhinja divasam nammal kettadupole. And we heard what is their motive as we heard last time. innu pagalkalam ningalil mikkavarum pere pagudi mayangiyirikkunne. I know many people are sleepy right now. Ippa ningade cheviye enikku ikkilipeduthan pattum. I can know how to give speak things which tingle your ears. Tingle your ears. Amen. In the pagalkalam priyare avarude motive adu thanneya. And the same is the motive of those false teachers. In the pagalkalam parishuddhaatmavu deivathinte sabhagalodu samsarikkunnu. But Holy Spirit is speaking to the church to bring that change in the house of God. Hallelujah. ദൈവത്തിന്റെ സഭകളോട് itching earsനെ കേറ്ററി ചെയ്യുന്ന hallelujah ഇക്കിളിപ്പെടുത്തുന്ന ചെവികൾക്ക് പകർന്നു കൊടുക്കുന്ന കർണരസമായ പ്രസംഗങ്ങൾ ഒഴിവാക്കി വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. Holy Spirit is challenging to stop those preaching which tickle the ears, but to come to the solid word of God. Amen. Hallelujah. ഈ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാ. Yes, the worker is worth its wages. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാ. Yes, the worker is worth its wages. കൂലിക്ക് വേണ്ടി ആവരുത് വേലക്കാരൻ വേല ചെയ്യുന്നത്. But his work should not be only for the wages. കൂലിക്ക് അനുസരിച്ചാവരുത് വേലക്കാരൻ വേല ചെയ്യേണ്ടത്. His work should not be according to the wages. Amen. പലപ്പോഴും പാസ്റ്റർമാർ പിആർഎൻ ആണല്ലോ. There are many pastors. പിആർഎൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പിആർഎൻ ഞാൻ പറഞ്ഞുതരാം. Many pastors are PRN. ആമേൻ. ഈ പിആർഎൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നഴ്സ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, ഒത്തിരി പേര് പറഞ്ഞു ഞാൻ പിആർഎനാ എന്ന് പറഞ്ഞു. Many people spoke, I am PRN. ഞാൻ ചോദിച്ചു പിആർ എന്ന് പറഞ്ഞാൽ എന്തോ? What do you mean by PRN? പിആർഎൻ. I'm PRN. പിആർ എന്ന് പറഞ്ഞാൽ എന്താ? What is PR? പിആർഎൻ. PRN. നമ്മളെല്ലാവരും പിആർഎനാ. Oh, we all are PRN. എന്നാ ഒറ്റ ഒരു വ്യക്തി പോലും. But even one person. എന്റെ ഹോസ്പിറ്റലിൽ ഞാൻ ചോദിച്ചു ഏകദേശം 15-ൽ പരം ആൾക്കാരോട് ചോദിച്ചു. I asked 15 or so people. PR എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. I asked them what does this PRN mean. ഒറ്റ ആൾ പോലും പറഞ്ഞില്ല PR എന്താന്ന്. Nobody knew what does PRN means. എന്ന് പറഞ്ഞാൽ PRN. PRN means PRN. PR എന്ന് പറഞ്ഞാൽ pro re nata. PRN means pro re nata. അതാണ് PRN. Pro re nata. Use as needed. Use as needed. Use as needed എന്നാണ് PR എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. That means use as needed. നമുക്ക് പറ്റിയിരിക്കുന്ന അതൊക്കെയാ. But the same has happened to us. പഠിച്ചു വെച്ചിട്ടുണ്ട്. We have heard so many things. അതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. And we speak things like that. എന്താന്ന് ചോദിച്ചാ, when we ask what does that mean, എന്തിനാന്ന് ചോദിച്ചാ, why were you saved, സ്നാനപ്പെട്ട എന്തിനാന്ന് ചോദിച്ചാ, why were you baptized, അഭിഷേകം പ്രാപിച്ച എന്തിനാന്ന് ചോദിച്ചാ, why were you filled with Holy Spirit, ജോലി എന്താണെന്ന് what is ചോദിച്ചാ, the job of a disciple, കർത്താവ് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചാ, why did Jesus call you, ദൈവവൈതലിന്റെ ശുശ്രൂഷ എന്താന്ന് what is ചോദിച്ചാ, the ministry of a child of God, സഭയുടെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാ, what is the objective of a church, how the church should walk. PRN. Oh, we do not PRN. അതാ നമ്മുടെ മറുപടി. That is our reply. ആമേൻ. PR എന്ന് പറഞ്ഞാൽ pro re nata. Pro re nata. നിങ്ങൾക്കറിയാവോ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച പ്രസംഗം കഴിഞ്ഞപ്പോ, after last week's message, പ്രസംഗം കഴിഞ്ഞിട്ട് ആൽമണ്ട് ഓയിൽ മേടിക്കാൻ പോയ ഒരു കുടുംബമുണ്ട്. There's a family which went to buy almond oil. അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസിന്റെ പോയിന്റ്സ് ഇന്നു മുതൽ യൂസ് ചെയ്യാമെന്ന് തീരുമാനമെടുത്തവരുണ്ട്. And there are people who decided we'll use American Express ഈ going പാസ്റ്റർ forward. അതിശയോക്തി പറയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. And don't believe this pastor is speaking. എന്നെ വിളിച്ചു പറഞ്ഞ ആരെയാ? There are people who call me and അപ്പോൾ tell എന്റെ me that. പ്രസംഗത്തിനകത്തു നിന്ന് എടുക്കുന്ന എല്ലാത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. So I thank God for the way you all receive the word of God. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയരെ ആൽമണ്ട് ഓയിൽ മേടിക്കാൻ പോയില്ലെങ്കിലും, even if you don't go to buy an almond oil, ഹല്ലേലൂയ, അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് യൂസ് ചെയ്തില്ലെങ്കിലും, no, you are not a subscriber of American Express, ഈ വചനത്തിനകത്തനുസരിച്ച് ജീവിക്കാൻ പറ്റിയ, but if you were to walk according to the word of God, ഞാൻ ധന്യനായി. yes, we are blessed. ഹല്ലേലൂയ. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് എന്റെ കയ്യിലിരിക്കുമ്പോൾ, when I see this diagnostic report in front of me, എനിക്ക് നിർവാഹമില്ല. Oh, I cannot hide it. I cannot hide it. എനിക്ക് നിർവാഹമില്ല. I cannot hide it, but to speak you clearly. എന്റെ തല വെട്ടിയിട്ടാലും, even if my head were to be cut off, തല കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. with the shivering head I will proclaim the word. Oh, this word should not be changed. Even if you were to cut my head off, oh, even with that cut head I will preach the same word. Oh, the words will not be changed. Hallelujah. ദൈവത്തിന്റെ വചനത്തിന്റെ നല്ല കാര്യവിചാരകന്മാരായിരിക്കാൻ. Let be the good stewards of the word of God. Perfect മോനെ. ദൈവത്തിന്റെ വചനത്തിന്റെ നല്ല കാര്യവിചാരകന്മാരായിരിക്കാൻ. Be the good stewards of the word of God. നമ്മുടെ ഓണർഷിപ്പ് അല്ല. That is our calling, dear child of God. Stewards ആണ്. We are the stewards of the word of God. God has given the word to us. സൂക്ഷിക്കാൻ തന്നിരിക്കുകയാണ്. To stay
ways to protect it. അന്യായമായി കൈകാര്യം ചെയ്യരുത്. Not to use it in a wrong involved manner. സ്വാർത്ഥലാഭത്തിന് വേണ്ടി കൈകാര്യം ചെയ്യരുത്. Not to use the word for the selfish desire. Hallelujah. ആരാണ് false teachers? But who are the false teachers? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. You understand that right now. Hallelujah. ഇന്ന് പകൽക്കാലം. This morning. Hallelujah. അവർക്കുള്ള അന്തം. For their judgment. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ ഒരു false teacher എനിക്ക് false teacher ആകണ്ട. I do not want to be a false teacher. ജോണിക്കുട്ടിച്ചാനൊക്കെ എന്നെ ഏകദേശം 10-25 പരം വർഷങ്ങളായിട്ട് അറിയാം. They know me for a long time, uncle. ഇതിനകത്ത് കടുകിട ഞാൻ നിന്നതിനകത്തൊന്നും മാറിയിട്ടില്ല. I haven't changed from what the word says, truth. എന്തിനകത്ത് പിടിച്ചു നിന്നിട്ടുണ്ടോ? And for whatever I have stood strong for the word of God. മൂർച്ച കുറഞ്ഞിട്ടുണ്ട്. Yes, the sharpness may have decreased. കുറച്ചിട്ടുണ്ട്. Yes, the sharpness may have. കുറച്ചുകൂടെ ചെറുപ്പമാകുമ്പോൾ ചോരത്തിളപ്പി ചിലപ്പോൾ കുറച്ചുകൂടെ വെട്ടി തുറന്ന് പറയും. Because when we were young, we have a hot blood and we are more sharp in our words. കുറച്ചുകൂടെ ഒന്ന് പദം വന്ന് സംസാരിക്കും. But when we have become a pastor, there is little more less in our sharpness. ഞാൻ പിടിച്ചു നിൽക്കുന്ന ഒരു സത്യമുണ്ട്. But there is a truth that I am holding on to. അത് പറയുന്നതിൽ മാറിയിട്ടില്ല. I haven't changed from the truth that I am holding on to. Not because that I am perfect. Hallelujah. 29 വർഷമായി കല്യാണം കഴിച്ചിട്ട്. 29 years I've been married. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. Today is our wedding anniversary. ഈ കഴിഞ്ഞ 29 വർഷക്കാലം ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഞങ്ങളുടെ കർത്താവ് പരിപാലിച്ചു. God has been faithful to us all these years. അതിനൊക്കെ ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ട്. Yes, there may be many mistakes during those times. പിടിച്ചു നിർത്തിയ എൻ്റെ ദൈവത്തിന്റെ കൃപ. The one who stood us for the grace of God who hold us still. ഈ വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ നടത്തിയ എൻ്റെ ദൈവത്തിന്റെ കരുണ. The race, it was God's mercy that our faith ship has not sunken. കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച ചില പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. It is a prayer of those saints who have shed their tears praying for us. നഷ്ടങ്ങൾക്കായിട്ട് സ്തോത്രം. I thank you for them. തകർച്ചകൾക്കായിട്ട് സ്തോത്രം. I thank you for the failures. വീഴ്ചകൾക്കായിട്ട് സ്തോത്രം. I thank you for the failures. മാറ്റങ്ങൾക്കായിട്ട് സ്തോത്രം. I thank Lord for the changes that happened. അപവാദങ്ങൾക്കായിട്ട് സ്തോത്രം. I thank God for the bad words spoken against us. ഒറ്റപ്പെടുത്തലുകൾക്കായിട്ട് സ്തോത്രം. I thank God for the time of loneliness. താഴ്ത്തിക്കെട്ടലുകൾക്കായിട്ട് സ്തോത്രം. I thank you God for the time of humbleness. പിൻപുറം കൊണ്ട് തൊഴിച്ചതിനായിട്ട് സ്തോത്രം. I thank you God for the people who have betrayed. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. For all the failures, Lord, I am grateful to you. അവിടുത്തെ മുഖം കാണുവാൻ അത് കാരണമായി. Oh, because it was the reason I could see you face to face. Oh, thank God, I'm God for all the failures in my life. ദൈവത്തിന്റെ മുഖം കാണുവാൻ അത് കാരണമായി. Because that was the reason I could see you, Lord, face to face. പുള്ളുകളുടെ ഇടയിലും പൊന്നുപോലെ പുറത്തു വരുവാൻ. To bring out as a gem from that Calvary. കുത്തിയ കുത്തലുകൾക്കായി സ്തോത്രം. Oh, thank you God for all the pains, all the pains in my life. താഴ്ത്തലുകൾക്കായിട്ട് സ്തോത്രം. All the humbleness that you brought in my life. അവർക്ക് കരമുയർത്തി അങ്ങനെ പറയാൻ പറ്റും. Oh, can you sing like that? Can you say like that? ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയുടെ ജീവിതമല്ല. The Christian life is not a road-bedded rose. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയുടെ ജീവിതമല്ല. Christian life is not a plush bed. മുള്ളും പറക്കാരകളും നിറഞ്ഞതാണ്. But it is filled with thorns and thistles. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ If somebody wants to follow me, തന്നെത്താൻ ത്യജിച്ച് he has to deny തന്റെ himself, ക്രൂശ് എടുത്ത് to pick up his cross എന്നെ അനുഗമിക്കട്ടെ. and let him follow me. അങ്ങനെ അല്ലാത്തവൻ ഒന്നും Anyone who is not following me like that, രാജ്യത്തിന് യോഗ്യനല്ല. he is not worthy for my kingdom. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആകാത്ത വേലക്കാരനാവണ്ട. I do not want to be the worker which I am not called to be. ഹല്ലേലൂയ. കാരണം എന്നറിയോ പത്രോസ് അവരുടെ ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട് എങ്ങനെ ഡിസ്ട്രോയ്ഡ് ആവുന്നെന്ന്. But because Peter is writing about the false teacher, how they will be judged. ടോളറൻസും ഇല്ലാതെ പത്രോസ് പറയുന്നത്. Peter is writing without any compliments about them. ഇത് പാസ്റ്റർക്ക് ഉള്ള ദൂതല്ലയോ? Then you will ask whether it isn't a message for the pastor. Isn't this a message for the teacher? Isn't this message for the Benny teacher? Isn't this a message for Stanley preacher? No. If you are saved, if you are baptized, if you are filled with Holy Spirit, this is the word for you. Here Peter is using 3 examples. Fallen angels the same judgment what happened to the fallen angels will happen to these false teachers. What happened to the ancient world, that same judgment will happen to these teachers. The same end what happened to Sodom and Gomorrah will happen to these false teachers. 4 verses 4, 5, 6. The people who secretly brought in destructive hearses within the house of God. They spoke about the
ill words, വചനത്തിന് അനുസരിച്ചല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞു പ്രവർത്തിച്ചാൽ, if they spoke anything which is apart from the word of God, അനീതിയുടെ കൂലി കൊതിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്താൽ, they worked as if for the ill-gotten wages. 4, 5, 6 വാക്യങ്ങളിൽ For the verse in the verses 4, 5, 6, ഒരു സഹിഷ്ണുതയും കൂടാതെ, without any reprieve, ഹല്ലേലൂയ, പത്രോസ് 3 കൂട്ടരെ പറയുകയാണ്. Peter is speaking about, pointing to 3 different people. വീണുപോയ ദൂതന്മാർ, First, the fallen angels. 2 പുരാതന ലോകം, Second, the ancient world. 3 സോദോം ഗൊമോറ. Third, Sodom and Gomorrah. വിശദീകരണമില്ലാതെ നിങ്ങൾക്കറിയാം. Oh, you know that even if I don't want to explain. ദൈവത്തോട് മറുതലിച്ചതാണ് വീണുപോയ ദൂതന്മാർ. The angels rebelled against the Lord. ഇന്ന് പകൽക്കാലം ദൈവത്തോട് മറുതലിച്ചാൽ, Dear child of God, if you were to rebel against the God, ദൈവവചനത്തോട് മറുതലിച്ചാൽ, if you were to rebel against the word of God, അറിഞ്ഞിട്ടും ഏൽക്കേണ്ടതിനെ ഏൽക്കാതിരുന്നാൽ, if you do not receive what you had to receive, കേട്ടിട്ടും കേൾക്കേണ്ടതിനെ but കേൾക്കാതിരുന്നാൽ, even if you were to not hear what you heard, ദൈവത്തിന്റെ വചനം പത്രോസിലൂടെ പറയുന്നു, the word of God speaks through the prophet to Peter. മത്സരത്തെ വിധിക്കുന്ന ദൈവമാണ്. God is a God who hates rebellious. fallen angelsനുണ്ടായ വീണുപോയ ദൂതന്മാർക്കുണ്ടായ അതേ ഗതി. Whatever happened to these fallen angels, the same judgment. ഹല്ലേലൂയ. രണ്ടാമത് പറയാ പുരാതന ലോകം. Second Peter is pointing the ancient world. എന്റെ ദൈവം അനുതപിച്ച ഭാഗങ്ങൾ നിങ്ങൾ വേറെ എവിടെയാ കണ്ടിട്ടുള്ളേ? Have you seen the places where God grieved about something? ഹല്ലേലൂയ. God repented. ദൈവം അനുതപിച്ച സ്ഥലങ്ങൾ. The verses where it says God repented about മനുഷ്യനെ something. ഉണ്ടാക്കിയതുകൊണ്ട് ദൈവം അനുതപിച്ചെന്ന്. God repented about for the creation of man. അത്രമാത്രം wickedness ലോകത്തിൽ നിറഞ്ഞപ്പോൾ, Because that much wickedness when it filled the earth, പുരാതന ലോകത്തെ ന്യായം വിധിക്കുവാൻ, to judge the ancient world, ഹല്ലേലൂയ, എന്റെ ദൈവം അവിടുത്തേക്ക് ഒരു പ്രളയം അയച്ചു. God sent a big flood in that ancient എന്റെ world. ദൈവം പരിശുദ്ധാത്മാവിലൂടെ പത്രോസിനോട് പറയാണ്, And through the Holy Spirit, Peter is നീ writing, വചനത്തിന് വിരോധമായി നിന്നാൽ, if you stand against the word of God, വചനത്തെ അനുസരിക്കാതെ നിന്നാൽ, if you stand against not obeying the word of God, പുരാതന ലോകത്തിനുണ്ടായ അതേ ഗതിയാ. the same judgment what happened to the ancient world will happen to you. എന്നാൽ അതിന്റെ മധ്യത്തിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. But in midst of that, Noah received the അതുകൂടെ grace from പറയാതെ എനിക്ക് God. പോകാൻ We പറ്റത്തില്ലല്ലോ. have to speak about that as well. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് ഒത്തിരി സമയമുണ്ട്. I have a lot of time today morning. നിങ്ങൾ ഉറങ്ങിയാലും I ഉറങ്ങിയില്ലേലും, don't care whether you are sleeping നിങ്ങൾ or not. എഴുന്നേറ്റാലും എഴുന്നേറ്റില്ലേലും, I don't care whether you're awake or എന്നെ not. ഏൽപ്പിച്ച ദൂത് ഇന്ന് പകൽക്കാലം ഞാൻ പറയും. I have to preach the message which is given ഇത് to me. പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ദൂതാ. Oh, this is the word which Holy Spirit entrusted with പരിശുദ്ധാത്മാവ് ഈ me. ദൂത് തന്നു This കഴിഞ്ഞപ്പോൾ is the word which the Holy Spirit entrusted with ഞാൻ me. ചോദിക്കാതെ സ്റ്റാൻലി എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് എനിക്ക് ഒരു ബ്രേക്ക് വേണമെന്ന്. Without asking me, Stanley asked me, I need a break. ഹല്ലേലൂയ. ഞാനപ്പോ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇന്ന് പ്രസംഗിക്കാൻ നീ എനിക്ക് സമയം തന്നു. Oh, thank you, Lord, you gave me time to preach this message in സ്റ്റാൻലി its പ്രസംഗിക്കാൻ entirety. എനിക്ക് സമയമില്ലെന്നല്ല അതിന്റെ അർത്ഥം. That doesn't mean I don't have time when ഈ Brother Stanley is ദൂതിന്റെ speaking. പൂർത്തീകരണത്തിൽ But കൊണ്ടുവരാൻ to bring this message to its ഈ fulfillment, ഞായറാഴ്ച എന്റെ കർത്താവ് കുറിച്ചിട്ടു. the Lord decided this Sunday to be the date ഒന്നുകൂടെ for ഞാൻ that. പറയാം, ഈ ദൂതിന്റെ പൂർത്തീകരണത്തിൽ To bring the കൊണ്ടുവരാൻ fullness of this message, ഈ ഞായറാഴ്ച കർത്താവ് കുറിച്ചിട്ടു. Christ, our Lord, marked this day ഈ ദൂത് കേൾക്കേണ്ട ജീവനങ്ങളെ to hear the word to the people who എന്റെ hear the കർത്താവ് ഈ word. സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. God has sealed those people and brought them into the ഈ house of ദൂത് God കേൾക്കേണ്ട ജീവനങ്ങളെ to hear the message to those people. സോഷ്യൽ മീഡിയ ദ്വാരാ ഇത് കേൾപ്പിക്കുവാൻ എന്റെ കർത്താവിന് തിരുഹിതമായി. God find it useful to bring them in social media to hear this ഞങ്ങൾ word. വലിയവരായിട്ടല്ല, It is not because we are anyone great. ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാരാണ്. We are unworthy. എന്നാൽ എന്റെ കർത്താവ് ഏൽപ്പിച്ച ദൂത് But the word which the God has given എത്ര trusted with നാളുകൂടി us. ലോകം ഇങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. We do not know how long this world will work in this എന്നാൽ manner. കർത്താവ് ഈ വാതിക്കലായിരിക്കുന്നു. But my Lord is knocking at the door. മൂന്നാമത് പറയാണ്, കർത്താവ് പറയാണ് സോദോം ഗൊമോറ. And third example is Sodom and Gomorrah. ഹല്ലേലൂയ. സോദോം ഗൊമോറയ്ക്കുണ്ടായ ഗതി What happened to Sodom and Gomorrah? നിങ്ങൾക്ക് മനസ്സിലായോ? false prophetsനും false teachersനും വരാൻ പറ്റുന്ന കാര്യം You എന്താണ്? know what will happen to the false prophets and false teachers? തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ പ്രചരിപ്പിച്ചാൽ ഉണ്ടാകുന്ന കുറ്റം എന്താണ്? You know the judgment which is on the people who are preaching the false teaching. ദൈവത്തെ നിഷേധിക്കുന്നവരെ ദൈവം ഹല്ലേലൂയ fallen angelsനെ വീണുപോയ ദൂതന്മാരെ ന്യായം വിധിച്ച പോലെ ന്യായം വിധിക്കും. Just like the Lord judged the fallen angels, God will judge the false teachers. തെറ്റാണെന്നറിഞ്ഞിട്ടും തെറ്റ് തന്നെ വീണ്ടും ചെയ്യുന്നവരെ ഹല്ലേലൂയ ജലപ്രളയം കൊണ്ട് നോഹയുടെ കാലത്ത് ന്യായം വിധിച്ചതുപോലെ ഒരു ന്യായവിധി ഉണ്ടാകും. Just like the ancient world was judged by the flood, the same way the false people,
false teachers will be judged. വച്ചിരിക്കുന്ന പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചല്ലാതെ ആണോടാണ് അവലക്ഷണം കാണിച്ച് പെണ്ണിനോട് പെണ്ണ് അവലക്ഷണം കാണിച്ച് അപ്രാകൃതികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ എന്റെ ദൈവം സോദോം ഗൊമോറയെ ന്യായം വിധിച്ചതുപോലെ ന്യായം വിധിക്കും. Just like God judged Sodom and Gomorrah for unnatural relationship, a man with a man or a woman with a woman, just like how God judged them, God will judge these false teachers. നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തെ ഒരു പ്രശസ്തയായ പാസ്റ്റർ? Do you know a famous pastor in this nation? ഹല്ലേലൂയ. 2 ആഴ്ചകൾക്ക് മുൻപ് ഒരു കാര്യം പറഞ്ഞു. For 2 weeks back he spoke this manner. അവരുണ്ടാക്കിയെടുത്തതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. They created this concept. Ethical pornography. They brought ethical pornography. അവർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റി ടുഡേയിലും ഒക്കെ ഉണ്ട്. ethical pornography. They say they're in Christianity today speak about ethical pornography. ethical ആയിട്ട് ഷൂട്ട് ചെയ്ത pornography ആണെങ്കിൽ, if it is a pornography shot ethically, അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ, it will be, if it is helpful to you, ദൈവമക്കൾക്ക് കാണാം കേൾക്കാം. you can watch it, you can hear it. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം പ്രിയരെ നമ്മൾ ആയിരിക്കുന്ന കാലം എന്താ? Dear child of God, what kind of times that we are living in? Pornographic ethics ഇല്ല. There's no ethics in pornography. Pornographic morality illa. There's no morality in pornography. Hallelujah. Homosexuality ethics illa. There's no ethics in homosexuality. Homosexuality morality illa. There's no morality in homosexuality. If you were to preach this word like that, if the word speaks in this manner, even if our tax exempt status has to be revoked, but we have to stand strong for the word. Would you give amen to that word? No matter which way the world goes further. But there's no ethics in those things. The only one world the world should go. That is the ethics according to the word of God. There is only one moral code. That is the moral code in the word of God. Beyond anything what this word teaches is not. No matter what kind of Da Vinci code comes, that is not the word of God. Only one code has been given to man. That is the way according to the word of God. That is the way according to the word of God. Without any fear, give praise to the God. I am a person who lost my job preaching this message. But my Lord has led me for last 6 years. If you stand for the word of God, He is the word who repays whatever has lost. If that is the word of God, you have to stand for the word of God. Even if your job were to be lost, even if your means were to be lost, when you move from New York with a very limited amount, I don't know what's front of me, what behind of me, but I know my Lord has led me. My Lord has raised up people to strengthen me. My God is worthy. He is capable to nourish me. Do not go apart from the word. We do not want the judgment what happened to fallen angels. We do not want the judgment what happened to the ancient world. We do not want the judgment what happened to Sodom and Gomorrah. But Peter is right. But through Peter, God is writing the deliverance for the children of God. Even if you were not able to give praise to whatever preached now, but let me preach you something nice. There is a rescue, there is a salvation to who live righteously. And Peter is writing about 2 people. I spoke to God about this. God, I will preach about Noah because it's easier to speak. Noah received the grace of God. And he lived as a righteous man in an unrighteous world. Lord, why did you write about Lot along with Noah? Peter writes about Noah and Lot. So what is comparison between these 2 people?
ലോകത്തിലുള്ളതായ മ്ലേച്ഛതകളുടെ മധ്യത്തിൽ നിന്ന് ദൈവം നോഹയെ വിടുവിച്ചു. God rescued Noah from the unrighteous, from the uncleanness from the world. ലോകത്തിൽ വന്നതായിട്ടുള്ള ജഡ്ജ്മെന്റിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം നോഹയെ വിടുവിച്ചു. God rescued Noah from the judgment which was upon the ancient world. ദൈവത്തിന്റെ മക്കൾക്ക് അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. But even still that's happening to the children of God. The one who is unholy become more unholy. The one who is unclean become more unclean. We are not isolated from what's happening in this world, but we are insulated by the Word. Where are we insulated? By the Holy Spirit we are insulated. Who has protected us? It is the Holy Spirit who has insulated us. Noah received the grace from God. I thank God for God's grace which protects us from the uncleanness of the world. You stand for righteousness. You stand for the truth. Even if it costs you some trouble, stand for the truth. People call you many things. They will call you bald head. They will call you bald head. They will call you fool. Oh, you have been preaching like this for a long time. But Noah is building his ark. But Noah is building his ark. And all the boys walking, they will throw stones at him. And they will say, for all persecution, thank you, God. Because one day you will enter that ark. Because one day you will enter that ark. Because one day the door of the ark will be shut down. And the one who has closed the door is not the one from the world. It is a Jehovah Lord who shut the door of the ark. And when the grace of the door of the grace will be closed, the time that for the Antichrist to be revealed is near. Dear child of God, before the Lord God closed the door of grace, you build the ark, you build the ark. Father, you build the ark. Mother, you build the ark. Pastor, you build the ark. Brother, you build the ark. Hallelujah. When we sing the song, God, for all the family people, He will save. He will take care of all our debts. No, none of our food will be shortage in our home. There will be no famine in my house. Yes, that's all that is true. Yes, He will save everyone in the family. Yes, the salvation is free. Yes, salvation is for all. But just because you have been saved doesn't mean your wife and kids would be saved like the false teachers. You know when was everyone in the family saved? When my person was preaching in the house of Cornelius. When he was preaching in the house of Cornelius, whoever heard the word of God, 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 oh, Holy Spirit descended on them. They all believed in Christ. They baptized in Christ to save your family. But it is a salvation is personal. It is personal. I'll preach later in the worship seminar. The salvation is personal. Let's thank God for the salvation which has God given from the heavens. Hallelujah. Dear child of God, God saved Noah. God saved Noah from world's pollution. God saved Noah from the destruction of the world. And Peter is writing, same will happen to us. And after that, Lot. Let me be a little quiet. Just and righteous. And about Lot, it's written just and righteous. Just and righteous. Just and righteous. A righteous man. Amen. Stotram. We can speak many ill about Lot. But when Peter is writing in Holy Spirit,
നീതിമാനായ ലോത്ത്. He writes a righteous man. ഇന്നത്തെ അമേരിക്കൻ ജീവിതത്തിലായിരിക്കുന്ന അനേക പിതാക്കന്മാരുടെ ഒരു ചിത്രമാണ്. That's a picture of many fathers in land of America. ആമേൻ. പാലും തേനും ഒഴുകുന്ന ദേശം. A land filled with milk and honey. കണ്ണ് പൊക്കി നീരോട്ടമുള്ള പ്രദേശമെന്ന് തോന്നിയ ദേശം. The place where you see and it is a green land, green pasture. ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ച് തരുമെന്ന് കണ്ടുപോയ ദേശം. A place where we sought all the things for the life will be taken care of. ദൈവത്തിന്റെ നടത്തിപ്പില്ലാതെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പുകളുടെ ദേശം. But a place where God did not plan without the God's guidance. വലഞ്ഞു പോയ ദേശം. This place where you're caught up in the things of the world. ഇന്ന് പല പിതാക്കന്മാരുടെയും വേദന ഏറ്റെടുത്തോണ്ട് taking the pain of many fathers in this land. കഴിഞ്ഞ ദിവസം ഈ സഭയിൽ ഒരു സഹോദരി എനിക്ക് ഒരു വിഷയം എഴുതിയപ്പോൾ എനിക്ക് എഴുതി. A sister wrote to me in this manner. പാസ്റ്റർ ഒരു father's heart ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി എന്ന്. I spoke the father's heart. We experienced that in our life. ഇന്ന് ഒരു സഹോദരി അകത്തോട്ട് കയറി വന്നപ്പോൾ when one sister came to the തന്റെ sanctuary, പിതാവിനെ ഹായ് ഡാഡ് എന്ന് വിളിച്ചു. they called hi dad. ഞാൻ പറഞ്ഞു ഞാനും ഡാഡിയാന്ന് പറഞ്ഞു. I said I am also a dad. അതിന്റെ പൂർണ്ണത ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു പിതാവ് എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. ഐ ആം യുവർ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. Speaking in that manner that I understand a father's heart. അല്ലാതെ റവറൻഡ് റൈറ്റ് മോസ്റ്റ് ഒന്നുമല്ല. It's not because of being reverend right or anything. ഹല്ലേലൂയ. ഈ സഭയിലുള്ള എല്ലാ വിശ്വാസികളുടെയും all dear children of God in this church. ഹല്ലേലൂയ. എന്നോട് വേദനകൾ പങ്കുവച്ചിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകരെയും many people who have shared their burdens from around the world ഉൾപ്പെടുത്തിക്കൊണ്ട് വേദനയോടെ ഞാൻ പറയാം. and with a heavy heart let me speak. ഒരു പിതാവെന്നുള്ള അതേ ആ ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് knowing the same thoughts of a father. ഇവിടെ ലോത്തിനെയും പത്രോസ് ഉൾപ്പെടുത്തി. Lot is also included in the scripture. നീതിമാനായ ലോത്ത്, a righteous man, വലഞ്ഞു പോയ ലോത്ത്, a dry Lot who was distressed. എന്നാൽ ശ്രദ്ധിക്കണമേ, ലോത്തിന് 4 പെൺമക്കളായിരുന്നു. Lot has 2 daughters. 4 പെൺമക്കൾ. 4 daughters. എന്നാൽ അവിടെ എത്ര പേരുണ്ടായിരുന്നു വീട്ടിനകത്ത്? But in the house how many daughters were there? 2 daughters. 2 പെൺമക്കൾ അതിനകത്തുണ്ടായിരുന്നു. 2 daughters were in the house. അവരെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാം? And what has been written about them? ഹല്ലേലൂയ. പൊടിക്കുഞ്ഞു പാസ്റ്റർ ഇതിനെ പറ്റി ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്. Podigun pastor has spoken a message about that. ഇവിടെ കാണുന്ന എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ദൂതുണ്ട്. He spoke like look here. ഇവിടെ കാണുന്ന the people that you see, ഇവിടെ കാണുന്ന നിന്റെ പെൺമക്കൾ. People that you see, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അത് കിട്ടും. If you search in the YouTube you will see. വെറുതെ കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു. There was much to see there. അതുകൊണ്ടാണ് ഇവിടെ കാണുന്നതെന്ന് എഴുതിയത്. It's written what you see here. ഞാൻ അതിനെ പറ്റി ഇപ്പോൾ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. The daughters that you see here. എന്നാൽ ഇവിടെ കാണുന്ന what the daughters that you see here. നിന്റെ പിള്ളാരുമായിട്ട് പോകാൻ പറഞ്ഞപ്പോൾ when they told to go with your children. പുറത്തു വന്നിട്ട് സോദോം ഗൊമോറയിലെ ആൾക്കാർ പുറത്തു വന്നിരിക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. when people of Sodom and Gomorrah are outside standing at the door. സോദോം ഗൊമോറയിലെ ആൾക്കാർ പുറത്തു വന്നിട്ട് when the people of Sodom and Gomorrah are standing outside the door. അവർ പറയാണ് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷന്മാരെ വിട്ടതാ. They are saying send to us the men who entered your house. ദൈവത്തിന്റെ ദൂതന്മാർ അകത്ത് കയറിയിരിക്കുന്ന അവരെ വിട്ടതാ എന്ന് സോദോം ഗൊമോറയിലെ പുരുഷന്മാർ ആണോടാണ് അവലക്ഷണം കാണിക്കുന്ന തോന്നിവാസം നടക്കുന്ന ആ മനുഷ്യർ വന്ന് ചോദിക്കുമ്പോൾ people of Sodom and Gomorrah who are in illicit relationship they are calling those angels of God to men who entered your house, send them outside. പുരുഷൻ തൊടാത്ത 2 പെൺമക്കൾ, കന്യകമാരായ പെൺമക്കൾ എനിക്ക് വീട്ടിലുണ്ട്. Lord is saying I have 2 virgin daughters inside my house. പുരുഷൻ തൊടാത്ത കന്യകമാരായ 2 പെൺമക്കൾ എനിക്ക് വീട്ടിലുണ്ട്. 2 virgin daughters no man have touched, they are in my house. ശ്രദ്ധിച്ചോ പത്രോസ് എഴുതുമ്പോൾ? Pay attention when Peter is writing. നീതിമാനായ വലഞ്ഞുപോയ ലോത്തിനെ പറ്റി എഴുതുമ്പോൾ a righteous Lot who fallen. ലോത്തിനെ പറ്റി ഒത്തിരി തെറ്റുകൾ നമ്മൾ പറയുമ്പോൾ when we speak many ill things about Lot. ഹല്ലേലൂയ. മനുഷ്യൻ ആണും പെണ്ണും തമ്മിൽ അവലക്ഷണം കാണിക്കുന്ന ഈ ഒരു ലോകത്തിൽ ലോത്ത് ജീവിച്ചു. while Lot lived in a world where men worked with man and woman in a relationship with women. മുമ്പ് മരുമക്കളായവരോടും മരുമക്കളാകാൻ പോകുന്നവരോടും പോയി ലോത്ത് സംസാരിച്ചു. when word says Lot went and spoke to his son-in-laws and അവരോട് പോയി സംസാരിച്ചു. അപ്പോൾ അവർക്ക് എന്ത് തോന്നി? ലോത്ത് കളി പറയുന്നു എന്ന് തോന്നി. when they heard to be son-in-laws, they heard what Lot is saying, they thought Lot is joking. ഈ
അപ്രയോജനഭൃത്യൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, and when this person, when we stand here and speak, ആമേൻ, ഞാൻ കളി പറയുന്നെന്ന് ആർക്കെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ, if anybody thinks that I am just saying this jokingly, ഞാൻ കളി പറയുന്നെന്ന് ആരെങ്കിലും ചിന്തിച്ച് ഹൃദയത്തിലെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, even if in your heart you think he's just kidding or I'm speaking funny, കർത്താവിന്റെ പ്രതിപുരുഷനായി യേശുവിന്റെ വചനത്തിന്റെ മുൻപാകെ, as a representative of Christ standing with the word of ഇതിന്റെ God, അവസാനത്തെ ദൂതായിരിക്കുമെങ്കിൽ അങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ട്, thinking this may be my last message speaking to you, ലോത്തിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു പറയുമ്പോൾ, word of God, the Holy Spirit is highlighting Lot and speaking. ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇവിടെ കാണുന്ന നിന്റെ മക്കളെ കൊണ്ട് പോകാൻ പറയുമ്പോൾ ആ പുരുഷന്മാരോട് ലോത്ത് പറയാ, പുരുഷൻ തൊടാത്ത കന്യകമാരായ പെൺമക്കൾ എൻ്റെ വീട്ടിലുണ്ട്. When people of Sodom and Gomorrah are asking for the angels of men who entered his house, Lord is replying to them, I have 2 virgin daughters in my house. ശ്രമിച്ചു നോക്കി പ്രിയരെ, pay attention dear children of God, ശ്രമിച്ചു നോക്കി. he tried. ലോത്ത് ശ്രമിച്ചു നോക്കി. Lord tried to his ലോത്തിനാൽ കഴിയുന്ന രീതിയിൽ ലോത്ത് ശ്രമിച്ചു നോക്കി. In whichever way Lord can do, he tried that. ഹല്ലേലൂയ, നിന്നെ രക്ഷിക്കാൻ ദൈവം മതിയാവനാ. But to rescue you, God is enough. ഇന്ന് പകൽക്കാലം നിനക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ തലത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, if you are not able to reach the level what God aspires you വലഞ്ഞുപോയ ജീവിത അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, if you have many situations in your life where which you are fallen away, തെറ്റായ തീരുമാനങ്ങൾ നിന്റെ ജീവിതത്തിൽ എടുത്തുപോയെങ്കിലും, if there are bad decisions in your life that you took, പ്രവചനാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, let me speak in the spirit of prophecy with the filling of Holy Spirit. വിടുവിച്ചതുപോലെ വിടുവിക്കുവാൻ നിന്റെ ജീവിതത്തിൽ നല്ലത് കാണിക്കുവാൻ ഒന്നുമില്ലെങ്കിലും, because if there is nothing in your life like Noah to show anything good in your life, നിന്റെ മക്കളെ വീട്ടിനകത്ത് അടച്ചിട്ടതിന് ശേഷം ഹല്ലേലൂയ അവർ കന്യകമാരാണെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിവുള്ള ഒരു ലോത്തിനെ പറ്റി പരിശുദ്ധാത്മാവ് പറയാ, അവനെ വിടുവിച്ചു. but the Lord was able to save the Lord who spoke to give up his virgin daughters even. അന്ത്യകാലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. We are in the end times. രണ്ട് തരം കാലങ്ങളെ പറ്റിയ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. The New Testament speaks about 2 times. നിങ്ങൾക്കറിയാമോ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, from Genesis to Revelation, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, from Genesis to Revelation, പരിശുദ്ധാത്മാവ് ചിത്രം വരയ്ക്കുന്ന പോലെ എനിക്ക് കാണിച്ചുന്ന ഒരു ദൂത ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഞാൻ വിളിച്ചു. Holy Spirit painted this message before me, what I am presenting to you. വരച്ചു തരുന്ന പോലെ എനിക്ക് തന്ന ഒരു ദൂതാണ്. Holy Spirit painted this message and gave it to me. ഇന്ന് പകൽക്കാലം ഈ ദൂതിന്റെ മുൻപാകെ, dear child of God, before this message, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? oh, when the Son of Man comes, will he find faithful in the land? വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? will he find faithful in the land when the Son of Man returns? നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. because just like in the times of Noah, so it be in the time of the Son of Man. കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. the Son of Man will come back in the times like in the time of Sodom and Gomorrah. കഴിവുള്ളവർ ഇന്ന് പകൽക്കാലം കാലത്തെ ഗമനിക്കട്ടെ. whoever understand the times they are living in, let them understand. ഒരു നേരം തീ വീഴും. one day fire will fall. ഒരു നേരം വെള്ളം പൊങ്ങും. one day the waters will rise. ഒരു നേരം തീ വീഴും. one day the fire will fall. ഗൊമോറ നശിക്കും. the Sodom and Gomorrah will be destroyed. ഒരു നേരം വെള്ളം പൊങ്ങും. one day the flood will rise. മൃഗജാലങ്ങളും പക്ഷിജാലങ്ങളും ചത്തു മലയ്ക്കും. all the vegetation, animal kingdom, everything will be destroyed. നമ്മൾ പൊങ്ങും. but before that we will be taken up. അതിനു മുമ്പ് നമ്മൾ പൊങ്ങും. before that we will be taken up. തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ദേശത്തു നിന്ന്, for this world which is saved for the fire, നമ്മൾ പൊങ്ങാൻ will be taken away. the time is near. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയരേ, dear child of God, കണ്ണുകളെ അടയ്ക്കാം. let's close our eyes. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. let's surrender ourselves before the presence of God. കഴിഞ്ഞ 4-5 പ്രാവശ്യമായി for 4-5 times 7 കാര്യങ്ങൾ ദൈവസഭയോട് സംസാരിക്കുവാൻ, for 7 things to preach to the house of ഞാൻ God. എന്റെ ഹാൻഡ് ഔട്ടിനകത്ത് പ്രിന്റ് ചെയ്തുകൊണ്ട് വരും. I print in my handout. ഇതുവരെ അറിയാൻ പ്രസംഗിച്ചിട്ടില്ല. even till now I haven't preached about it. ഞാനത് പ്രിന്റ് ചെയ്തുകൊണ്ട് വരും. now even still I will print and എന്നാൽ ഒരു 10-15 ഹാൻഡ് ഔട്ട് ഇരിപ്പുണ്ട്. but there are some handouts laying there. അത് നിങ്ങൾക്ക്
എടുക്കാം. You can take that. എന്ത് ചെയ്യണം ദൈവത്തിന്റെ സഭ? What should the church of God do? ദൈവത്തിന്റെ സഭ എന്ത് ചെയ്യണം? What should the church of God do? എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധാനം എഴുന്നേൽക്കാം. We all can rise up in the presence of God. ഞാൻ പെട്ടെന്ന് പറയാം. 7 things I will repeat fast. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ എന്ത് ചെയ്യണം? What should the church of God do? ഹല്ലേലൂയ. ഐഡലൈസേഷൻ മാറ്റണം. You should remove the idolization. വിഗ്രഹാരാധന മാറ്റിക്കളയണം. You should remove the idols in your life. മനുഷ്യനെ ദൈവത്തെക്കാൾ മനുഷ്യനെ ബഹുമാനിക്കണം. Do not respect a person more than the Lord. ദൈവത്തിന്റെ സഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമോ? For the work of God to happen in the house of God, we have to remove the denominalization. We should remove the spirit of denominalization. We are not for anyone on this side. We are not for called for any party or groups. We are not called for any group meeting. We are not called for an election. Let's be mindful of the calling that we have. Deviation maranam. We should be careful of any deviation. When the Peter was enticed to deviate from the word of God, he said, we will pray. We will preach the word. We will not go anywhere else. We will not call for anything else. But we will not leave the word for which we are called out to. Fourth, we should be careful of liberalization. Everything, anything cannot be possible in the word of God. Just to we cannot accommodate everything, any stage to please everyone. But we have to walk according to what the word says. The commercialization should stop. Just to trade the word of God for money, it should be stopped. This is not for any trading. Hallelujah. The word of God is not to be sold. It is not to get any money. Hallelujah. Mechanization maranam. We should be careful of mechanization. Just the familiarity, just the mechanization. The time we just come and go, that mechanization should stop. The church of God should be vibrant. The church of God should be vibrant. We have a lot of organizations. But we want more agonizers. We do not want more organizers, but people to pray, to agonize before God. The stagnation should leave the church. We should not think that we have become something. We should not think that we have received something. God is faithful to take care of us, just like He did for Noah. God will rescue us just like He rescued Lot. The God has called for a higher calling. Oh, let us not leave the one who has called us, the one who taught of us from the heavenlies, or the one who left his heavenly abode for us, and who came to us to. Oh, let's praise the King who humbled himself and came down for us. If you fall into the feet of our Lord, oh, you will not have to hold anyone else's feet. The one who are called apart and set apart. Oh, let's call and see and do the work of the Lord who has called us. Let's praise our God with the song. Let's praise our God. Let's surrender ourselves before this word. Let's open our mouths and praise God. Dear children of God,